സോ ഗുഡ് ഈവനിങ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൈൻഡ്ഫുൾനെസ്സിന്റെ മറ്റൊരു ദിവസത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇന്നത്തെ വിഷയം നമ്മുടെ എല്ലാവരുടെയും ഒരു ഗിഫ്റ്റാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്, സെൽഫ് കോൺഫിഡൻസ്. നമ്മുടെ ജീവിതം തുടങ്ങിയ അന്ന് മുതൽ ഈ നിമിഷം വരെ അത് നമ്മളുടെ ഒരു വലിയ പവറാണ്. പക്ഷെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഈ ആത്മവിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതെങ്ങനെ മൈൻഡ്ഫുൾനെസ്സിലൂടെ തിരിച്ചു പിടിക്കാം? ഇന്ന് ആന്റണി സാറിൽ നമുക്ക് കേൾക്കാൻ പോകുന്ന അതാണ്. നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ആന്റണി സാറിനെ. ആന്റണി സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബ് സാർ. എല്ലാവർക്കും നല്ല ഒരു സായാഹ്നം ഞാൻ ആശംസിക്കുന്നു. നമ്മളൊരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കൂടുകയാണ്. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു. എല്ലാം ഭംഗിയായിട്ടെല്ലാം നടന്നു എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, നമ്മളുടെ ഇന്നത്തെ വിഷയം സാബ് സാർ അതിനെക്കുറിച്ച് തന്നെ ഒരു ചെറിയൊരു ആമുഖം പറഞ്ഞു. ഫിയർ ഓഫ് സെൽഫ് ട്രസ്റ്റ്. അതായത് നമ്മളിൽ ഒരു വിശ്വാസം ഉള്ളത്, ആത്മവിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം, കോൺഫിഡൻസ് എന്നും വേണമെങ്കിൽ പറയാം. പക്ഷെ സെൽഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഞാൻ ഈ തീരുമാനങ്ങൾ എടുത്താൽ അത് എൻ്റെ തീരുമാനമാണെന്നും അതുകൊണ്ട് നമുക്ക് നമുക്ക് തന്നെ ഒരു വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാനുള്ള ഒരു കഴിവ് ഉണ്ടാകണം. പക്ഷെ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നു. അപ്പൊ ആ നഷ്ടപ്പെട്ടതിന്റെ കാരണങ്ങൾ എന്താണ്? അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ നമ്മൾക്ക് ഈ ആത്മവിശ്വാസത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ ഓരോരോ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മെ പിന്നോട്ട് വലിക്കുന്ന കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടിക്കാലത്തെ നമുക്ക് കിട്ടിയ ആ ശിക്ഷണത്തിന്റെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാംസ്കാരികമായിട്ട് സാമൂഹ്യമായിട്ടൊക്കെയുള്ള കുറേ പ്രതീക്ഷകളും അതുപോലെ തന്നെ ഈ കെട്ടുപാടുകളും അതേക്കുറിച്ചുള്ള ഭയങ്ങളും നമ്മളിലുണ്ട്. അതുകൊണ്ടാണ് ജീവിതത്തിലെ സുപ്രധാനമായ പല തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ അങ്ങനെയുള്ള തീരുമാനങ്ങൾ പലപ്പോഴും പലരും എടുക്കുന്നത് ഒരു വൈകാരികമായ ഒരു പ്രക്ഷോഭത്തിന്റെ അല്ലെങ്കിൽ ഒരു സംഘടനത്തിന്റെ പലപ്പോഴും ആ ഒരു ചുറ്റുപാടിൽ ആയിരിക്കും എടുക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും അത് തെറ്റിപ്പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഇമോഷണൽ ആയിരിക്കുന്ന സമയത്ത് ഒരു തീരുമാനം എടുക്കരുത് എന്ന് എല്ലാവരും പറയുന്നതിന്റെ കാരണം. പക്ഷെ പലപ്പോഴും നമുക്ക് അത് എടുത്തേ മതിയാവൂ. ജീവിതത്തിന്റെ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള ഓരോ തീരുമാനങ്ങൾ, നമ്മളെല്ലാവരും തന്നെ തീരെ ടീനേജേഴ്സ് ഒന്നും അല്ല, വളരെ പല പ്രായത്തിലുള്ളവരാണ്. പല പല തീരുമാനങ്ങൾ എടുത്തു. പക്ഷെ അത് വേണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾക്കുള്ളതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തി ഈ കുറ്റബോധത്തോടു കൂടി ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം മാറി നമുക്ക് ഒരു അവധാനപൂർവം അല്ലെങ്കിൽ നമ്മുടെ ഈ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് എങ്ങനെ തീരുമാനങ്ങൾ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചില പ്രായോഗികമായ നിർദ്ദേശങ്ങളും ഇന്നത്തെ ഈ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഒന്നാമത്, എന്താണ് ഈ ക്ലാസ്സിന്റെ പർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ക്ലാസ് എടുക്കാൻ, ഈ വിഷയം തിരഞ്ഞെടുക്കാനും ഇതിനെക്കുറിച്ച് സംസാരിക്കാനുമുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കുന്ന തീരുമാനങ്ങളിൽ, ഇനിയുള്ള തീരുമാനങ്ങളിലെങ്കിലും, കഴിഞ്ഞതൊക്കെ പോകട്ടെ, ഇനിയുള്ള തീരുമാനങ്ങളിൽ നമുക്ക് ആ ആശങ്കയില്ലാതെ, നമുക്കൊരു പേടിയില്ലാതെ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ആ ഒരു വിഷമമില്ലാതെ നമുക്ക് നമ്മളെ തന്നെ, നമ്മളുടെ ആ ഭയത്തെ നമുക്ക് എങ്ങനെ കുറച്ചുകൂടി കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകും, ഇത് ശരിയാണോ അല്ലയോ എന്ന്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നു, ആ തീരുമാനം തെറ്റായി എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ വിഷമങ്ങളാണ് ഉണ്ടാകുന്നത്. സ്വാഭാവികമായും നമ്മളുടെ കഴിവിനെ കുറിച്ച് നമുക്ക് അത് ശരിയായില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, ഈ കുറ്റബോധത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെ പോകാതെ എങ്ങനെ നമുക്ക് കൂടുതൽ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ഈ നമ്മളെക്കുറിച്ചുള്ള, നമ്മുടെ കഴിവിനെ കുറിച്ചുള്ള ഒരു വിശ്വാസം കൂടുതലായിട്ട് എടുക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ആ ഇന്നർ സൈലൻസ്, നമ്മളുടെ ഇന്നർ പീസ്. ഒരു കാര്യം ഞാൻ പറയുന്നു, ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കർ അല്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഞാനിതെല്ലാം ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള ഒന്നല്ല. ഞാൻ ആരെയും മോട്ടിവേറ്റ് ചെയ്യാറില്ല. വാസ്തവത്തിൽ ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യാനാണ് എൻ്റെ ഭാഷയിലും എൻ്റെ
ക്ലാസ്സുകളിലും എൻ്റെ എഴുത്തിലും ഇതിലെല്ലാം ഞാൻ ശ്രമിക്കുന്നത്. കാരണം ആളുകൾ ഒത്തിരി വ്യഗ്രതയോടുകൂടി ഓടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ചന്ദ്രായന്റെ റോക്കറ്റ് പോലെ, അല്ലെങ്കിൽ അഗ്നിയുടെ പോലെ, അല്ലെങ്കിൽ SLV അതുപോലെയുള്ള ആ രീതിയിൽ പോകാതെ കുറെ കൂടി ശാന്തമായി പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊരു മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എന്താണ് നമ്മളുടെ ഈ ഫിയർ ഓഫ് സെൽഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തേത്, എന്തുകൊണ്ടാണ് നമുക്കിത് ആവശ്യമായിരിക്കുന്നത്? എന്തുകൊണ്ട് നമുക്ക് ഈ ഫിയർ ഓഫ് സെൽഫ് ട്രസ്റ്റ് അത് നമുക്ക് കുറയ്ക്കണം? അല്ലെങ്കിൽ നമ്മൾക്ക് കൂടുതൽ വിശ്വാസത്തോടു കൂടി, ആത്മവിശ്വാസത്തോടു കൂടി അനുദിന ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കേണ്ടതിന് അതിന്റെ പ്രാധാന്യം എന്താണ്? പിന്നെ നമ്മളുടെ ആത്മവിശ്വാസം എങ്ങനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ അതുപോലെ തന്നെ ഹൗ മൈൻഡ്ഫുൾനെസ് ഹീൽസ്, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് വഴി നമുക്ക് എങ്ങനെ അതിന്റെ സ്ട്രാറ്റജി എന്താണ് എന്നുള്ളതാണ് ഇന്ന് പ്രധാനമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: എന്താണ് ഈ സെൽഫ് ട്രസ്റ്റ്? വാട്ട് ഈസ് സെൽഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഓരോരുത്തരിലും അന്തർലീനമായിട്ടുള്ള ഒരു ഇതുണ്ട്. നമ്മുടെ സമഗ്രതയിൽ, നമ്മളുടെ കാഴ്ചപ്പാടിൽ ഒരു ഇന്നർ ആയിട്ടുള്ള നമ്മളുടെ ഒരു കോമ്പസ് ഉണ്ട്. അതിൽ നാവിഗേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ വിശ്വാസത്തോടു കൂടി നമുക്ക് നമ്മളുടെ നമ്മളുടെ തീരുമാനങ്ങളെ, നമ്മളുടെ ചിന്തകളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾ എല്ലാവരോടും ഈ വിശ്വാസക്കുറവുള്ളവർ എന്ത് ചെയ്യും? മറ്റുള്ളവരോട് ചോദിക്കും. അവർ ചിലപ്പോൾ നമ്മളെ മിസ്ലീഡ് ചെയ്യും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ ആ ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ തന്നെ മോശമായ രീതിയിലായിരിക്കും കിട്ടുന്നത്. മോശമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, അവരും ഒരു ആശങ്കയോടുകൂടി ജീവിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് അവരുടെ പലപ്പോഴും അവർ പറയുകയാണ് ഇന്ന രീതിയിൽ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ തീരുമാനങ്ങൾ നമ്മുടേതായിരിക്കില്ല, അവിടെയും നമ്മൾക്ക് തെറ്റുപറ്റുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഇന്നർ വിസ്ഡം ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പിന്നീട് ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഞാൻ പറയാം. ആ ഇന്നർ വിസ്ഡം തോടുകൂടി ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്, അതേക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ വിഷയം വളരെ പ്രധാനമായിരിക്കുന്നത്? അതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു റെസീലിയൻസ് ഉണ്ട്. ഓരോ അവസരത്തിലും, അല്ലെങ്കിൽ ഓരോ ദിവസവും, അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകളിൽ, അല്ലെങ്കിൽ നിമിഷങ്ങളിലും നമ്മളുടെ ചിന്തകൾ, അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങളുണ്ട്. അവിടെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ നമുക്ക് സംഭവിക്കാം. അതുപോലെ തന്നെ അനിശ്ചിതത്വങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരു ദിവസമല്ല, ഒരു വർഷത്തെ ഉള്ളതല്ല. ഞാൻ പറഞ്ഞ ഓരോ തീരുമാനങ്ങൾ, ഓരോന്നും ചെയ്യുമ്പോഴേക്കുമുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള ആ തീരുമാനങ്ങളിൽ നിന്ന്, ആ അനിശ്ചിതത്വങ്ങളിൽ നിന്ന്, സംശയങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് എല്ലാം നമ്മൾ പുറകോട്ട് പോകണം. റെസീലിയൻസിലേക്ക് പോകണം. ആ ഒരു റെസീലിയൻസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ വളരെ വല്ലാത്ത ഒരു അസ്വസ്ഥതയിലായിരിക്കും നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ റെസീലിയൻസിന് തീർച്ചയായിട്ടും ഈ നമ്മളുടെ ആ സെൽഫ് ട്രസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. ഭയമില്ലാതെ നമ്മുടെ തീരുമാനങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ അത് നമുക്ക് മാറ്റി ഒരു റെസീലിയന്റ് ആയിട്ടുള്ള റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് എന്ന് പറയുന്നത് പോലെ നമുക്ക് വളരെ ശാന്തമായിട്ട് നമുക്ക് ജീവിക്കാനുള്ള ആ ഒരു മനസ്ഥിതി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കുന്നതിന് നമ്മൾക്ക് ഈ സെൽഫ് ട്രസ്റ്റ് ആവശ്യമുണ്ട്. ദെൻ ഒതന്റിസിറ്റി എന്ന് പറയും, നമ്മുടെ ഒരു ആധികാരികത. ഓരോ വ്യക്തിയുമുണ്ട്, ഓരോ വ്യക്തിക്ക് ഓരോ ഒതന്റിസിറ്റി ഉണ്ട്. ഓരോ മനുഷ്യനും ഈ ഭൂമുഖത്ത് ജീവിച്ച് മരിക്കുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സിഗ്നേച്ചർ എന്ന് നമുക്ക് പറയാം. നമ്മളെല്ലാവരും ഏതെങ്കിലും, അത് വലിയവരാകണമെന്നില്ല, പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അല്ലെങ്കിൽ രാജാവോ രാജ്യമൊന്നും ആകേണ്ട ആവശ്യമില്ല. നമ്മളുടേതായിട്ടുള്ള ആ ഒരു ഒതന്റിസിറ്റി നമുക്കുണ്ട്. ഒതന്റിസിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ കുറെ വിശ്വാസങ്ങളല്ല. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നു, നമ്മുടെ ഐഡിയോളജി അതല്ല ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് നമ്മളുടെ ഒരു മൂല്യബോധമുണ്ട്. ആ മൂല്യബോധം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ എത്തിക്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക്, വിമർശനങ്ങൾക്ക്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള എക്സ്പെക്ടേഷൻ, അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കുന്നതല്ല നമ്മളുടെ മൂല്യബോധം എന്ന് പറയുന്നത്. നമ്മളുടേതായിട്ടുള്ളതാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കരുതുന്നുണ്ടാകും, ഞാൻ
കുട്ടിക്കാലത്ത് നമ്മൾ വിചാരിക്കുക എൻ്റെ അച്ഛനും അമ്മയും ഇതാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഈ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിച്ച് നമ്മൾ ഒന്നുമല്ലാതായി തീർന്നു, ശൂന്യമായി തീർന്നു. മരിച്ചു പോകുന്നുള്ളതല്ല, അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ആർക്കും എന്താണ്, നമുക്കൊരിക്കലും ഒന്നും ആരെയും പ്രീതിപ്പെടുത്താൻ നമുക്ക് സാധിക്കാത്ത ഒരു ഇതിലേക്ക് പോകും. ദാറ്റ് മീൻസ് മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്ക് ഒത്തു ജീവിക്കുക എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്. ഇറ്റ്സ് ആൻ ഇല്യൂഷൻ. ഒരിക്കലും നമ്മൾ നമ്മുടേതായ ഒരു സ്വാതന്ത്ര്യത്തിൽ, ആരുടെയും അല്ലാതായിരിക്കുന്ന ഒരു പ്രതീക്ഷ എന്താണ്, ആ ഒരു സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള നമ്മളുടെ കഴിവ് നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ദെൻ അടുത്തത് വെൽ ബീയിങ്. ഇതിന്റെ എല്ലാം റെസീലിയൻസ്, അതുപോലെ തന്നെ നമ്മളുടെ ഒതന്റിസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ലീഡ് ചെയ്ത് കൊണ്ടുവരുന്നത് നമുക്ക് ആന്തരികമായ സംഘർഷങ്ങൾ ഇല്ലാതെ കൂടുതൽ പ്രതീക്ഷയോ എന്താണ് കൂടുതൽ കോൺഫിഡൻസോട് ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ, അനുദിന ജീവിതത്തിൽ ജീവിക്കാൻ, അല്ലെങ്കിൽ അനുനിമിഷം എന്ന് പറയും. നമ്മൾ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ മൊമെന്റ് ടു മൊമെന്റ് അവയർനെസ്സിലേക്ക് പോകുമ്പോൾ അത് അനുസരിച്ച് ജീവിക്കാനുള്ള അത് എന്താണ്, നമ്മളുടെ മാനസികവും വൈകാരികവും ശാരീരികവുമായിട്ടുള്ള ആ ഒരു സുസ്ഥിതി ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ആ സുസ്ഥിതിക്ക് ഇത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇത് പറയുമ്പം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ട് സെൽഫ് ട്രസ്റ്റും സെൽഫ് എസ്റ്റീമും ഒന്നാണോ എന്നുള്ളത്. അത് ഒന്നല്ല. അതിന്റെ ആ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് ഞാൻ പറയാം. ഒന്ന്, സെൽഫ് ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ആ ഡിപ്പെൻഡബിലിറ്റിയിലുള്ള അതുപോലെ ഇന്നർ ഗൈഡൻസ്, നമ്മളുടെ സ്വരം, നമ്മളുടെ ആന്തരികമായ സ്വരം നമുക്ക് കാണുക. അല്ലെങ്കിൽ നമ്മൾ പുറമേയുള്ള വെളിച്ചത്തെക്കാൾ കൂടുതൽ നമ്മളുടെ ആന്തരികമായ വെളിച്ചത്തിലാണ് നമ്മൾ നടക്കുന്നത്. അതൊരിക്കലും ആർക്കും ഊതിക്കെടുത്താൻ സാധിക്കാത്ത ഒന്നാണ്. പക്ഷെ അതൊരു സൂര്യനെ പോലെ പ്രകാശിക്കണമെന്നില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും നമ്മളിൽ തന്നെ ഒരു ഡിപ്പെൻഡബിലിറ്റി ഉണ്ട്, ഒരു ഇന്നർ ഗൈഡൻസ് ഉണ്ട്, ഇന്നർ വിസ്ഡം ഉണ്ട്, അതുപോലെ തന്നെ ഒരു ആന്തരികമായ പ്രകാശമുണ്ട്. അതാണ് വാസ്തവത്തിൽ സെൽഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു ഓവറോൾ എന്താണ്, ഒരു ഇമേജ്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമ്മളെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളെ കുറിച്ചായിരിക്കാം. അത് വലുതും ചെറുതുമായിട്ടുണ്ടാകും. ഒന്നുകിൽ ഒരു വളരെ ഇതാണ് ഊതി വീർപ്പിച്ച ഒന്നായിരിക്കും ചിലപ്പം എന്ന് പറയുന്നത്, നമ്മുടെ ആ ഇമേജ് എന്ന് പറയുന്നത്. അതല്ല സെൽഫ് എസ്റ്റീം. ഞാനാണ്, എൻ്റെതായിട്ടുള്ള ആശയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഐഡിയ ഉണ്ട്, അതുപോലെ തന്നെ നമ്മളോട് തന്നെയുള്ള ഒരു റെസ്പെക്ട് എന്ന് നമുക്ക് പറയാം. അത് സെൽഫ് ട്രസ്റ്റിന്റെ അത് തമ്മിൽ ആവശ്യമാണ്. പക്ഷെ അത് അത്ര ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളല്ല. മറ്റൊന്നുള്ളത്, സെൽഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ആ പ്രവർത്തനങ്ങളിലുള്ള, നമ്മളുടെ ഓരോ തീരുമാനങ്ങളിലും പ്രവർത്തനങ്ങളിലുമുള്ള ഒരു ഇന്നർ കോമ്പാസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് എന്താണ്, നമ്മളുടെ ആക്ഷൻസിൽ വരുന്നതാണ്, തീരുമാനങ്ങളിൽ പ്രത്യേകിച്ച് വരുന്നതാണ്. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻഹെറന്റ് ആയിട്ടുള്ള, നമ്മളുടെ അന്തർലീനമായിട്ടുള്ള ആ വെർത്താണ് നമ്മൾ സെൽഫ് എസ്റ്റീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് നമുക്കുണ്ടായിരിക്കേണ്ട സെൽഫ് ട്രസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയുടെ ഏതെല്ലാം കാലഘട്ടത്തിൽ എവിടെ വെച്ചാണ് നമുക്കിത് നഷ്ടപ്പെട്ടത്, ഇതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അതേക്കുറിച്ച് തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ വളരെയേറെ ഹാർഷായിട്ട് നമ്മളെ പീഡിപ്പിക്കുന്ന, അല്ലെങ്കിൽ വിമർശിക്കുന്ന, എപ്പോഴും കുറ്റപ്പെടുത്തുന്ന മാതാപിതാക്കന്മാരുടെയോ, അല്ലെങ്കിൽ ഈവൻ സ്കൂളിലുള്ള അധ്യാപകരുടെയോ മറ്റതുപോലെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ വളർന്നു വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായും നമുക്ക് ആ സെൽഫ് ട്രസ്റ്റ് നമുക്ക് വളരെയേറെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം അതുപോലെ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള സെൽഫ് ട്രസ്റ്റ് നഷ്ടപ്പെട്ട ആളുകളുടെ ഉദാഹരണങ്ങളായിട്ട് 2 പേരുടെ പേര് ഒത്തിരി ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷെ നമ്മളിപ്പം ഏറ്റവും അടുത്ത് നമ്മൾ അറിയാവുന്ന കേരളത്തിൽ ഉള്ളതാണ് ഗോവിന്ദച്ചാമി, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹിറ്റ്ലർ. ഇവരുടെ എല്ലാം കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള ആ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിൽ നിന്നാണ് അവർ ഇന്ന് എന്തായിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്നലെ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അവരുടെ വളർച്ചയുടെ കാരണം. പിന്നെ എപ്പോഴും എന്താണ്, ഞാൻ കഴിഞ്ഞ ചെയ്ത തെറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ഇന്നലകളിൽ ഞാൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും തെറ്റുകൾ അത് ശരിയായില്ല, അല്ലെങ്കിൽ അതിനകത്ത് ഒത്തിരി റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ കരുതുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ മതി അത് ശരിയായില്ല എന്നുള്ളത് പറഞ്ഞാലും പെട്ടെന്ന് നമ്മൾ ചഞ്ചലിതരാകും, നമുക്ക് ബുദ്ധിമുട്ടാകും. അത് തെറ്റിപ്പോയി, ഇനി അടുത്തതിന് വേണ്ടിയിട്ട് വളരെ സൂക്ഷിച്ച് നമ്മൾ നടക്കാൻ നോക്കും, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ദെൻ അടുത്തത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ.
പ്രഷേഴ്സ് ആണ്. നമുക്കറിയാം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ഇത് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ കൾച്ചറൽ ആയിട്ടുള്ളത് സവർണരും അവർണരും അവർണർ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, പെട്ടെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ജാതീയമായിട്ടുള്ള വംശീയമായിട്ടുള്ള ചേരിതിരിവുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അതെ ഈ ഇവിടെയുള്ള ആളുകൾ ഇവിടുത്തെ നമ്മൾ ഏത് രാജ്യത്ത് ജീവിച്ചാൽ ആ സിറ്റിസൺസിന് കുറെയൊക്കെ പ്രിവിലേജുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ അവർക്കൊരു തൻ്റെ ഇടമുണ്ട്. പണ്ട് എന്നോട് ഒരാൾ പറഞ്ഞു, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മൾ അത് ഞാനൊക്കെ ഇത് ലാൻഡ് ചെയ്യുന്നു, ഇവിടുന്ന് വരുമ്പോൾ ലാൻഡ് ചെയ്യുന്ന നെടുമ്പാശ്ശേരിയില്ല. അവിടെ വന്ന് ഇറങ്ങി കഴിയുമ്പോഴേക്കും ഇതെന്റെ നാടാണ് എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നാട്ടുകാരനല്ല, അവിടെ വരുമ്പോഴേക്കും ഇതെന്റെ സ്വന്തം നാടാണ്. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, എടാ എനിക്ക് അവിടെ ചെന്ന് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി കഴിയുമ്പോഴേക്കും ഒരു 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 പ്രത്യേക ഒരു വികാരം ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതുകൊണ്ട് എന്താണ്, നമ്മളുടെ സോഷ്യൽ ആയിട്ടുള്ള ആ പ്രഷർ ഉണ്ട്. ചിലർക്ക് ചിലത് ചെയ്യാൻ പാടില്ല, ചിലർക്ക് ചിലത് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകും, സാമൂഹ്യമായിട്ടുള്ള കമ്പാരിസൺ ഉണ്ടാകും. ഇവിടെയൊക്കെ അന്യ നാടുകളിൽ നിന്ന് വരുന്ന പ്രത്യേകിച്ച് വർണ്ണ വ്യത്യാസങ്ങളുള്ള ആളുകൾ, കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരിൽ അതുണ്ട്. ഇവിടെ ഉള്ളവരിലാണേലും അതെ. ചിലപ്പോ ഇവിടുത്തെ കുട്ടികൾക്ക് കിൻഡർ ഗാർഡനിലായിരിക്കുമ്പോൾ, സ്കൂളിലായിരിക്കുമ്പോഴേക്കും അവരെ കുറെ ഒന്ന് കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അതുപോലെയുള്ള അനുഭവങ്ങൾ പലപ്പോഴും എനിക്കറിയാം. ഞാൻ പറഞ്ഞ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കറിയാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മില്യൺസ് ഓഫ് യൂറോ മുടക്കി ഇവിടുത്തെ ഗവൺമെന്റ്, ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റുകളും അതുപോലെ തന്നെ ഫെഡറൽ ആയിട്ടുള്ള ഗവൺമെന്റുകളും എന്ത് ചെയ്യുന്നു, ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇവരെ ജാതീയമായിട്ടോ വംശീയമായിട്ടോ അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള വ്യത്യാസങ്ങളില്ലാതെ കൂടുതൽ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള ആക്ടിവിറ്റീസ് ഇല്ലാതെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഞാനും അതിന്റെ ഒരു ഭാഗമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇന്റഗ്രേഷന്റെ അതിന്റെ കീഴിൽ ഉള്ള ഒരു പ്രവർത്തനമായിട്ടാണ്, മൈൻഡ്ഫുൾനെസ്സുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, എൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തന മേഖല. ദെൻ അനദർ വൺ ഈസ് ഇന്റേണൽ കോൺഫ്ലിക്ട്സ്. നമ്മുടെ ആന്തരികമായിട്ടുള്ള നമ്മളുടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാകും. കുട്ടിക്കാലത്തെ എക്സ്പീരിയൻസ് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞിട്ട് നമുക്കുണ്ടായത് കൊണ്ട് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ജീവിച്ച് പോകുന്ന സമയത്ത് നമുക്കുണ്ടാകും ഒന്ന് റാഷണൽ ആയിട്ടുള്ള ഒരു ഇതുണ്ടാകും വേഴ്സസ് ഇമോഷണൽ. ഇത് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒരു തീരുമാനം, എടുത്തുചാട്ടം നമുക്കുണ്ടാകും. അപ്പൊ അത് ഒരു കോൺഫ്ലിക്റ്റ് ആണ്. നമ്മുടെ ഉള്ളിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തും കോൺഫ്ലിക്റ്റുകളുണ്ട്. ദെൻ കണ്ടീഷൻഡ് ആൻഡ് ഒതന്റിക്. നമ്മൾ ഒതന്റിസിറ്റി എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ കണ്ടീഷൻഡ് ആയിട്ടെന്ന് പറയുമ്പോഴേക്കും നമ്മൾ പലപ്പോഴും നമ്മൾ ഇങ്ങനെ കണ്ടീഷൻഡ് ആയിട്ടുള്ള നമ്മുടെ കൾച്ചറൽ അത് ഒരു കണ്ടീഷൻഡ് ആയിട്ടുള്ള ചിന്താഗതികളാണ് മറ്റുള്ളവരെ കുറിച്ചുള്ള ഇത്. അല്ലെങ്കിൽ നമ്മൾക്ക് സാംസ്കാരികമായിട്ടുള്ളത്, റിലീജിയസ് സംബന്ധമായിട്ടുള്ളത്, സോഷ്യൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അതെല്ലാം കണ്ടീഷൻഡ് ആണ്. നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ചിന്തകൾ അല്ലെങ്കിൽ അതെല്ലാം ആ ഒരു കെട്ടുപാടുകളിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഒതന്റിസിറ്റി ഉണ്ട്. പക്ഷെ അവിടെ നമുക്ക് ഇതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രശ്നം. ദാറ്റ് മീൻസ് എന്താണ് എൻ്റെ റിയൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഉള്ളത് എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല. ഒരു വശത്ത് നമ്മൾ കണ്ടീഷൻഡ് ആയിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും വാക്കുകളും എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്തമായ സമഗ്രമായ രൂപം എനിക്ക് നഷ്ടപ്പെടുന്നു. മറ്റൊന്ന് ഉള്ളത് നമ്മളുടെ ഈ ഇന്റേണൽ കോൺഫ്ലിക്ട്സിന്റെ ഒന്നാണ്. അതായത് നമ്മളെപ്പോഴും മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും ഈ വിമർശനം എന്ന് പറയുന്നത് അത് നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും ഉത്തരവാദിത്വം എടുക്കുന്നില്ല. നമ്മുടെ രാഷ്ട്രീയത്തില്, മറ്റതുപോലെ സമൂഹത്തില്, നമ്മുടെ വീടുകളില് ചിലരുണ്ടാകും. ചില ഭർത്താക്കന്മാര് ഭാര്യമാരുണ്ട് കേട്ടോ, ഞാൻ ഭർത്താവ് എന്ന് പറയുന്നത് കൊണ്ടല്ല, ഭാര്യമാരാണ് ഭർത്താവിനെ നിരന്തരം വിമർശിക്കുന്നവർ കാണും, അല്ലെ ഭാര്യയെ നിരന്തരം വിമർശിക്കുന്നവർ കാണും. പ്രായമായവര് എന്ത് ചെയ്യും, ഒരു മൈൻഡ്ഫുൾ ഏജിങ്ങിനെ കുറിച്ച് അറിയത്തില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, മക്കളെ കുറിച്ച്, വന്നവരെ കുറിച്ച്, മരുമകളെ കുറിച്ചും മരുമകനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ വിമർശിച്ചു കൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു ഫിയർ ഓഫ് ആ ഒരു ഉത്തരവാദിത്വം എടുക്കാൻ നമുക്ക് പേടിയാണ്. അതുപോലെയുള്ള ആ ഒരു വിമർശനത്തോടുള്ള ഭയം. അടുത്തത് ഞാൻ പറയുന്നത് 3 പ്രധാനപ്പെട്ട കോർ ഫിയേഴ്സ് ആണ് നമ്മുടെ എല്ലാവരിലും ഉള്ളത്. അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്തതിനെ കുറിച്ചുള്ള ആ ഒരു തീരുമാനത്തിൽ നമുക്ക് തെറ്റിപ്പോയതിന്റെ പേരില് ഉണ്ടാകുന്ന നമ്മളുടെ ആ വേദന, അതുപോലെ
എന്താണ് പരാജയ ബോധം, ഇത് അതുകൊണ്ട് നമുക്ക് അതിലേക്ക് തിരികെ പോയി ഇറിവേഴ്സ് അത് തിരുത്താൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ചിന്ത വന്നിട്ട് ഒരു ഭയം, ഒരു മുന്നോട്ട് പോകാൻ എന്തെങ്കിലും തീരുമാനിക്കാനുള്ള ഒരു എന്താണ് ആ ഭയം, അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് നീഡ് ഫോർ സോഷ്യൽ അപ്രൂവൽ. ഇപ്പോൾ ഇത് ചെയ്താൽ എന്തായിരിക്കും, ഇപ്പൊ അതെങ്ങനെ, എന്താണ് നമ്മുടെ സോഷ്യൽ ആയിട്ടുള്ള അപ്രൂവൽ നമുക്ക് ആവശ്യമുണ്ട്. വീട്ടിലെ അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തിലെ അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള ഇതുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോഴേക്കും നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് വരുമ്പോഴേക്കും നമുക്ക് പേടിയാണ്, അയ്യോ മറ്റുള്ളവർ എന്ത് പറയും. ഒരുപക്ഷെ ഉദാഹരണമായിട്ട് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഫാമിലികളിൽ അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും ഒന്ന് വേർപിരിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോഴേക്കും അയ്യോ വേർപിരിഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്താണ് കരുതുന്നത്, അല്ലെങ്കിൽ ഇത് മിണ്ടാപ്പൂച്ച കല അടച്ചെന്ന് പറയുമോ, അല്ലെങ്കിൽ ഞാൻ വളരെ നല്ലവനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ അഭിനയിച്ച് നടന്നിട്ട് ഇപ്പോൾ ഇത് സംഭവിച്ചല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണോ. അപ്പൊ സോഷ്യൽ അപ്രൂവൽ ഒന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് അതെപ്പോഴും അങ്ങനെയാണ്, നമ്മളെപ്പോഴും ഒന്ന് സസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബ്രെയിൻ ഈസ് ബയസ്ഡ്. അപ്പൊ നമ്മളുടെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴേക്കും ഒരു സെക്കൻഡ് തോട്ടിന് വേണ്ടി മാത്രമല്ല, അത് ശരിയാണോ എന്നുള്ളതിനെ കുറിച്ച് ബ്രെയിൻ എപ്പോഴും തന്നെ നമ്മളെ സംശയത്തിന്റെ നിഴലിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളുടെ എന്താണ് അൺസർട്ടനിറ്റി ഓഫ് ഔട്ട്കം എന്ന് നമുക്ക് പറയാം. ഇനി ഇതെടുത്താൽ ഉണ്ടാകുന്ന ഇത് കാൾ ജാസ്പേഴ്സൺ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ പറയുന്നത് ജമ്പ് ഇൻ ടു ഡാർക്ക്നെസ് എന്ന് പറയും. അത് നമുക്ക് സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ഒരു ഇതാണ് ജമ്പ് ഇൻ ടു ഡാർക്ക്നെസ് എന്ന് പറയുമ്പോൾ ഇരുട്ടിലേക്ക് എടുത്തു ചാടുക. അവിടെ അത് വലിയ കുഴിയായിരിക്കും, ഗർത്തമായിരിക്കും. അപ്പൊ അവിടെ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തീരുമാനം, അല്ലെങ്കിൽ ആ ജമ്പ് ഇൻ ടു ഡാർക്ക്നെസ്സിലേക്ക് പോകാനുള്ള ആ കരുത്ത് നമുക്കില്ലാതായിട്ട് പോകുന്നു. സയൻസ് ഓഫ് സെൽഫ് ട്രസ്റ്റ്, അതായത് ലാക്കിങ്. എന്താണ് ഇതിന്റെ, നമുക്കിപ്പോ ഒരു നമുക്ക് തന്നെ ചിന്തിക്കണം, എനിക്കിതുണ്ടോ എന്നുള്ളതിനെ കുറിച്ച്. നമ്മളുടെ മണിച്ചിത്രത്താഴിലല്ലേ പപ്പു വന്നിട്ട് മോഹൻലാൽ ചോദിക്കുന്നത്, എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാല് ഈ ലാക്കിങ് സെൽഫ് ട്രസ്റ്റിന്റെ ലക്ഷണങ്ങൾ, ഒന്ന് ഓവർ ഡിപ്പെൻഡൻസ് ഓൺ എക്സ്റ്റേണൽ വാലിഡേഷൻ, എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ചെയ്തോട്ടെ, അത് ചെയ്തോട്ടെ, എങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ ഡിപ്പെൻഡൻസി കാണിക്കുക. അത് ചിലപ്പം ഒരുപക്ഷെ കുടുംബത്തിന്റെ ഒരു അന്തരീക്ഷം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഒന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ മക്കള് അങ്ങനെ ഓരോരുത്തരിൽ നിന്നും കൂടുതലായിട്ടുള്ള ആ എക്സ്റ്റേണൽ വാലിഡേഷന് വേണ്ടിയിട്ടുള്ള ടു മച്ച് ഡിപ്പെൻഡൻസ്, എല്ലാം ഞാൻ ചോദിച്ചിട്ടേ ചെയ്യുന്നുള്ളൂ എന്നുള്ള ഒന്ന്. ദെൻ അടുത്തത് ഡിസിഷൻ പാരാലിസിസ് ആണ്. അതായത് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്, ഒത്തിരി പേരുണ്ട്, നമുക്കറിയാം, നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിലുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ നമുക്കത് സാധിക്കുന്നില്ല, അവിടെ അത് നമ്മൾ തളർന്നു പോവുകയാണ്. അടുത്ത ഒന്നെന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു കോൺസ്റ്റന്റ് സെക്കൻഡ് ഗെസ്സിങ്ങിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്, അത് ശരിയായിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിമർശനങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ വിമർശിക്കും, അല്ലെങ്കിൽ ഞാൻ വിമർശനത്തിന് വിധേയമാകുമോ എന്നുള്ള ഒരു ഇത്, അല്ലെങ്കിൽ എപ്പോഴും ചെയ്തു കഴിയുമ്പോൾ അത് വേണമായിരുന്നോ വേണ്ടായിരുന്നോ, അവിടെ തെറ്റിപ്പോയില്ലേ എന്നുള്ള ആ ഒരു കോണ്ടിങ് തോട്ട്സിൽ നമ്മൾ ഇങ്ങനെ നടക്കും. അതിന്റെ ഫലമായിട്ട് നമുക്കുണ്ടാകുന്നത് നമ്മളെ തന്നെ എന്താണ് അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഇനി നമുക്ക് ഈ എന്താണ് ഇന്ററാക്ഷൻ ഓഫ് ഫിയർ, സെൽഫ് ട്രസ്റ്റ് ആൻഡ് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിന്റെ ആ ഇന്ററാക്ഷൻ എപ്പോഴാണ് വരുന്നത്, അതിന്റെ ഒരു ബന്ധം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അല്ലെങ്കിൽ ആ കണക്ഷൻ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇന്റർഫേസ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഫിയർ ഓഫ് സെൽഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ടണൽ വിഷൻ ആണ്. ടണൽ വിഷൻ എന്നറിയാം, നമുക്ക് ഒരു ടണലിൽ കൂടി നോക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു കുഴലിലൂടെ നമ്മൾ ലോകത്തെ നോക്കുമ്പോഴേക്കും നമുക്ക് കാണുന്ന നമ്മുടെ കാഴ്ച വളരെ വിശാലമായിരിക്കില്ല, വളരെ ഇടുങ്ങിയതായിരിക്കും. അപ്പം ഈ ഫിയർ ഓഫ് സെൽഫ് ട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് അവരുടെ ലോകം, അല്ലെങ്കിൽ അവർ കാണുന്ന ആ ഒരു സീൻ എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയതായിരിക്കും. എന്നാൽ മൈൻഡ്ഫുൾനെസ്സിനെ സംബന്ധിച്ച് അത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുന്നു, വൈഡർ ആയിരിക്കും. അതുപോലെ പ്രസന്റ് മൊമെന്റ് അവയർനെസ്സിലാണ് അവർ ജീവിക്കുന്നത്, പ്രസന്റ് മൊമെന്റ് ആണ്. അപ്പം ആ തീരുമാനം എടുക്കുന്നതിനും അവർക്ക് ബുദ്ധിമുട്ടില്ല, കാരണം അവിടെ ഒരു മറ്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ്, ഫിയർ ഓഫ് വാലിഡേഷൻ അവരെ ബാധിക്കുകയില്ല. അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള ഒത്തിരി ഡിസ്റ്റർബൻസ് അവരിൽ ഉണ്ടായിരിക്കില്ല.
അതുപോലെ ഇതിന്റെ ഔട്ട്കം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുമില്ല എന്ന് വിചാരിച്ച് നമ്മൾ വിവേകമില്ലാതെ പെരുമാറുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതല്ല. പ്രസന്റ് മൊമെന്റ് അവയർനെസ്സിൽ വരുമ്പോഴേക്കും നമ്മൾ കുറെ കൂടി വിശാലമായിട്ട് നമുക്ക് കാര്യങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കും. മറ്റൊന്ന് ഫിയർ ഓഫ് സെൽഫ് ട്രസ്റ്റിംഗ് ത്രൈസ് അവോയ്ഡൻസ്. അതാണ് നമ്മൾ വ്യക്തികളെ അല്ലെങ്കിൽ സമൂഹങ്ങളെ ബാക്കിയുള്ള കാര്യങ്ങളെ ഇതിലെല്ലാം നമ്മൾ കുറെ കൂടി ഇങ്ങനെയുള്ളതിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ കൂടുതലായിട്ട് അവോയ്ഡ് ചെയ്യാൻ നോക്കും. അവരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സെൽഫ് അവോയ്ഡൻസ് ഉണ്ടാകും. അതേസമയം മൈൻഡ്ഫുൾനെസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഒബ്സർവിങ് വീക്കൻസ് ദി ഫിയേഴ്സ് ഗ്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒബ്സർവ്, എനിക്കിപ്പോൾ ഇത് ഇങ്ങനെ വരുന്നുണ്ട്, എനിക്ക് ഭയമുണ്ടാകുന്നുണ്ട്, ആശങ്കയുണ്ടാകുന്നുണ്ട്, എൻ്റെ തീരുമാനങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ എനിക്കിത് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ മൊമെന്റിൽ എനിക്കുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യുകയാണ്, നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഫിയറിന്റെ അതിന്റെ ആ ഗ്രിപ്പ് ഉണ്ടല്ലോ, ആ പിടുത്തം നമുക്ക് നഷ്ടപ്പെടുത്താൻ നമുക്ക് തന്നെ സാധിക്കും. അടുത്തത് ഫോക്കസ് ഓൺ ഇമാജിൻഡ്, ആ ഫ്യൂച്ചറിൽ എന്തുണ്ടാകും എന്നുള്ളതിനെ കുറിച്ചുള്ളതുണ്ടാകും. ഇതിങ്ങനെ പോയാൽ ഈ രീതിയിലാണെന്നുള്ളതിനെ കുറിച്ച് വെറുതെ ഒന്നുമില്ലാതെ ഒരു ആശങ്ക, വെറുതെ ആശങ്കപ്പെടുന്നവരുണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ പോലും, അതായത് ഇത് ഇങ്ങനെ പോയി ഫ്യൂച്ചറിൽ ഇത് ഉണ്ടാകും എന്നുള്ള ഒരു ഭയം. അതേസമയം ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും എന്താണ്, നമ്മൾ ഈ മൊമെന്റിൽ ആങ്കർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഈ മൊമെന്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് നമ്മളുടെ നങ്കൂരം നമ്മൾ ഇട്ടിരിക്കുകയാണ്. ഫ്യൂച്ചറിലേക്ക് എടുത്തു ചാടുന്നില്ല, അല്ലെങ്കിൽ വെറും ഇമാജിൻഡ് ആയിട്ടുള്ള വഴിയിലേക്ക് നമ്മൾ പോകുന്നില്ല. ദെൻ സ്റ്റാറ്റിക് ആൻഡ് ഇൻക്രിമെന്റൽ. നമുക്കറിയാം സ്റ്റാറ്റിക് എന്ന് പറയുമ്പോഴേക്കും, അതായത് ഒരു 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 ഓടയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണെന്ന് കരുതുക, അശുദ്ധമായിട്ടുള്ളത്. അത് സ്റ്റാറ്റിക് ആണ്, അവിടേക്ക് ഒന്നും വരുന്നില്ല. നമ്മുടെ കിണറുകളിൽ വെള്ളമുണ്ടെങ്കിൽ അത് അടിയിൽ നിന്ന് വരുന്നുണ്ട്, ഉറവകളുണ്ട്. ഇതങ്ങനെയല്ല, സ്റ്റാറ്റിക് ആണ്. അതേസമയം ഇൻക്രിമെന്റൽ ആണ്. ഈ ഫിയർ ഓഫ് സെൽഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത് അത് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും ഡേ ബൈ ഡേ. എന്ത് ചെയ്യുന്നു? നമുക്കത് കൂടുതൽ അനുഭവങ്ങൾ വരുമ്പോൾ, മറ്റുള്ളവരുടെ വിമർശനങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാകുന്ന സെക്കൻഡ് ഗസിങ്ങിനെ കുറിച്ച്, അങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ഇത് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. മാത്രമല്ല അതിന് ഒഴുകാനോ അല്ലെങ്കിൽ മറ്റൊന്നിനെ സ്വീകരിക്കാനോ അവർക്ക് സാധിക്കുന്നില്ല ആ ചിന്തകളിൽ. അതേസമയം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ട്രാൻസ്ഫോർമേഷണൽ ആൻഡ് ലെസണിങ് ആയിരിക്കും. അത് എപ്പോഴും ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കും, മാറ്റങ്ങൾക്ക് അത് വിധേയമാണ്. അതുപോലെ തന്നെ അത് കുറഞ്ഞുകൊണ്ടിരിക്കും നമ്മളുടെ ആ ഫിയർ ഓഫ് സെൽഫ് ട്രസ്റ്റ്. ദെൻ അടുത്തത് ഫിയർ ട്രിഗേഴ്സ് റിയാക്ടിവിറ്റി. നിങ്ങൾക്കറിയാം റിയാക്ഷൻ ആൻഡ് റെസ്പോൺസ്. റിയാക്ഷൻ അത് ട്രിഗർ ചെയ്യും. അതെപ്പോഴും അത് കൂട്ടി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്കുണ്ടാകും. കാരണം പലപ്പോഴും അത് നമ്മളുടെ റിയാക്ടിവിറ്റി ആയിരിക്കും. ഒരുപക്ഷെ ചിലപ്പോൾ എടുത്ത തീരുമാനങ്ങളിൽ ഉണ്ടാകുന്ന വിമർശനങ്ങൾ ഇതെല്ലാം വരുമ്പോഴേക്കും ഞാൻ ഒന്നുകൂടെ ചെയ്തിട്ടേ ഉള്ളൂ എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ റിയാക്ടിവേറ്റ് ചെയ്യുന്നു. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോഴേക്കും അത് കൾട്ടിവേറ്റ് റെസ്പോൺസ്, കുറെ കൂടി ശാന്തമായി നമുക്ക് അതേക്കുറിച്ച് റെസ്പോൺസീവ് ആകാൻ, അല്ലെങ്കിൽ റെസ്പോൺസ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ദെൻ അടുത്തത് എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് ഇത് നമ്മളുടെ ഈ സെൽഫ് ട്രസ്റ്റിനെ അത് ഹീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മളെ കൂടുതൽ സഹായിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ആ സൈക്കിൾ ഓഫ് സെൽഫ് ഡൗട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മൾ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ് ബ്രേക്കിംഗ് ദ സൈക്കിൾ എന്ന് നമുക്കറിയാം, മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ചിന്തകൾ, ഓക്കെ, എനിക്ക് ഭയമാണ് വരുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ വരുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു? ആ ഒരു അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതൊരു ആശങ്കയാണ്. ഓക്കെ, നൗ ഐ ഹാവ് worried or I have anxious about it. അത് റെക്കഗ്നൈസ് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അതിന്റെ കൂട്ടത്തിൽ ആ കുത്തൊഴുക്കിൽ പെട്ട് പോകാതെ ആ സൈക്കിളിൽ ആ തോട്ട്സ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശങ്കാപൂർവമായിട്ടുള്ള ആ ചിന്തകളെ നമുക്കൊന്ന് മറികടക്കാൻ, അല്ലെങ്കിൽ അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ കുറയ്ക്കുന്നതിന് മൈൻഡ്ഫുൾനെസ് നമ്മളെ സഹായിക്കും. രണ്ടാമത്തത്, മൈൻഡ്ഫുൾനെസിന്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ളത് റെസ്റ്റോർസ് ബിൽഡ്സ് ആൻഡ് നേർച്ചേഴ്സ് ദ സെൽഫ് ട്രസ്റ്റ് ത്രൂ എക്സ്പീരിയൻസ്. അപ്പൊ അത് കൂടുതൽ നമ്മളെ നമ്മളുടെ ആ ആത്മവിശ്വാസത്തെ കൂടുതൽ കൂട്ടിക്കൊണ്ടുവരുന്നതിന്, അതിനെ പരിപോഷിപ്പിക്കുന്നതിന്, അതിനെ റീബിൽഡ് ചെയ്യുന്നതിനെല്ലാം മൈൻഡ്ഫുൾനെസ് നമ്മളെ സഹായിക്കും. ഓക്കെ, ദെൻ ഇറ്റ് ടേൺസ്, സോഫൻസ് ആൻഡ് ട്രാൻസ്ഫോം.
അതുപോലെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും അത് മാറ്റുന്നു, നമ്മുടെ ആ ഭയത്തെ മാറ്റുന്നു, അതുപോലെ തന്നെ അതിന്റെ ആ ഇന്റൻസിറ്റി കുറയ്ക്കുന്നു, അതുപോലെ തന്നെ അതിനെ കുറെ കൂടി ട്രാൻസ്ഫോംസ് മിത്രസ്റ്റ് ഇൻടു കമ്പാഷൻ. നമ്മളുടെ ആ ഇതിലേക്ക് ഇനി എനിക്ക് തെറ്റ് പറ്റിയാൽ തന്നെ കുഴപ്പമില്ല, ഞാൻ അതിൽ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കുറെ കൂടി എന്നെ തന്നെ കമ്പാഷനേറ്റ് ആയിട്ട് കരുണയോടുകൂടി എനിക്കത് പറ്റി, എല്ലാവർക്കും പറ്റുന്നുണ്ടായിരിക്കാം, പക്ഷെ ഞാൻ അടുത്ത പ്രാവശ്യം അത് പറ്റാതിരിക്കാൻ നോക്കും, അല്ലെങ്കിൽ ഐ എം ലേണിംഗ്. അങ്ങനെയുള്ള ഒരു മനോഭാവം നമ്മളിൽ സൃഷ്ടിക്കുന്നതിന് മൈൻഡ്ഫുൾനെസ് സഹായിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ചിന്തയും നമ്മളുടെ ആ ആങ്സൈറ്റി അല്ലെങ്കിൽ അത് കുറയ്ക്കുന്ന അത് തമ്മിലുള്ള ഒരു അന്തരം കൂട്ടുന്നതിന് സാധിക്കും. ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ പെട്ടെന്ന് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് അല്ലെങ്കിൽ നമ്മൾ ആശങ്കയോടുകൂടി ജീവിച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് അത് അതിന് വരുന്നതിന് പകരം ഇത് തമ്മിൽ ഞാൻ അറിയുന്നു എന്നുള്ളതാണ്. നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ദെയർ. അങ്ങനെയല്ലേ നമ്മുടെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ ഒരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നു, ഇല്ലേ? ഗസ്റ്റ് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പം അതിനെ നമുക്ക് അറിയാൻ, അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുന്ന പോലെ ആ ഡിസ്റ്റൻസ് നമുക്ക് മാറ്റാൻ പറ്റും. കുറെ കൂടി അതിനെ ഇങ്ങനെ ഡിസ്റ്റൻസ് കൊണ്ടുവരാനായിട്ട് മൈൻഡ്ഫുൾനെസ് സഹായിക്കും. ദെൻ ഇറ്റ് റീകണക്ട്സ്. മൈൻഡ്ഫുൾനെസ് എന്ത് ചെയ്യുന്നു? ഇന്നർ ബോഡി വിസ്ഡം എന്ന് പറയുന്നത്. ഇന്നർ ബോഡി വിസ്ഡം എന്ന് പറയുന്നത് 3-4 കാര്യങ്ങളിൽ പെട്ടതാണ്. അതായത് ദി കണ്ടന്റ് അല്ലെങ്കിൽ അതിന്റെ പാർട്സ് എന്ന് പറയുന്നത്, ഇന്നർ ബോഡി വിസ്ഡം എന്ന് പറയുന്നത് സെൻസറി അവയർനെസ് ആണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും കാണുന്ന നമുക്ക് കിട്ടുന്ന ആ സംവേദനങ്ങൾ നമുക്ക് വേണേൽ പറയാം. ആ സെൻസറി അവയർനെസ്, അതിന്റെ ഇന്നർ ബോഡി അതിനനുസരിച്ച് നമ്മളുടെ ബോഡിയും മാറിക്കൊണ്ടിരിക്കും, റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അല്പം ഇരുട്ടുള്ള സമയത്ത് ഒരു കയറ് വഴിയിൽ കിടക്കുന്ന കണ്ടാൽ, അല്ലെങ്കിൽ ഒരു വടി കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു പാമ്പാണ് നമുക്ക് തെറ്റിദ്ധരിക്കാം. അത് കാഴ്ചയിൽ നിന്നാണ്, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പിന്നെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. ആ കയറിനെ കുറിച്ചല്ല, നമ്മൾ എന്തെങ്കിലും കാണുന്നതിനെ കുറിച്ച്. ദെൻ അടുത്തത് ഇൻറ്റ്യൂഷൻ ആണ്. നമുക്ക് ഓരോരുത്തർക്കും അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു ഇൻറ്റ്യൂഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ ഇൻറ്റ്യൂഷൻ ആൻഡ് ഗട്ട് ഫീലിങ്സ് എന്ന് പറയും. ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് ഇന്നർ ബോഡി വിസ്ഡത്തിൻ്റെത്, നമ്മളൊരു വാർത്ത കേൾക്കുന്ന സമയത്ത്, നമ്മളൊരു സന്തോഷ വാർത്ത കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിന്റെ സെല്ലുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരം മുഴുവനും അതിൻ്റെതായിട്ടുള്ള ആ സന്തോഷത്തിന്റെ ഒരു ഭാഗം ഉണ്ടാകും. അതേസമയം നമ്മൾ ഒരു മോശപ്പെട്ട, അല്ലെങ്കിൽ ഒരു ദുഃഖകരമായ ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് കേൾക്കുന്നതെങ്കിലും നമ്മളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മാറ്റം വരും. ഉദാഹരണം, ചിലരെ സംബന്ധിച്ചിടത്തോളം ചെസ്റ്റ് വേദനയായിരിക്കും, അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് ഗട്ട് ഫീലിങ്സ് ഉണ്ടാകും. അതായത് വയറ്റിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത, പെട്ടെന്നൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ചിലർക്ക് തലവേദനയായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് കൈകാലുകളിൽ വിയർപ്പുകളായിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും നമുക്ക് അതിന്റെ ആ ഫീലിങ്സ് നമുക്ക് ഉണ്ടാകും. ദെൻ സെൽഫ് റെഗുലേഷൻ എന്ന് പറയും. അതായത് കൂടുതൽ വൈകാരികമായിട്ടുള്ള ആ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം മാറി നമുക്കൊരു സെൽഫ് റെഗുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്കുണ്ടാകും. അത് പ്രത്യേകിച്ച് വൈകാരികമായിട്ടുള്ളതായിരിക്കും, അത് മാനസികമായിട്ടുള്ളതായിരിക്കും. അങ്ങനെയുള്ള അത് മാനസികവും വൈകാരികവുമായിട്ടുള്ള മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലും വരും. ഉദാഹരണമായിട്ട് നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിലേക്ക് അത് വരും, അതല്ലെങ്കിൽ നമ്മളുടെ അമിഗ്ഡാലയിലേക്ക് അത് പോകും. അങ്ങനെയുള്ള ആ ഒരു സെൽഫ് റെഗുലേഷന് നമുക്ക് സാധിക്കും. അടുത്തത് നമ്മളുടെ ഡിസിഷൻ ഗൈഡൻസ് ആണ്. ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആ ഒരു ഗൈഡൻസ്, അല്ലെങ്കിൽ ആ ഇന്നർ വോയിസ് ശാന്തമായിട്ട് നമ്മളെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് നമ്മളെ സഹായിക്കും. ദെൻ ഫൗണ്ടേഷണൽ സ്കിൽസ് ഓർ പ്രീ റിക്വസിറ്റ്സ്. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള ചില പ്രീ റിക്വസിറ്റ്സ് ഉണ്ട്, ചില റിക്വയർമെന്റ്സ് ഉണ്ട്. അല്ലാതെ നമ്മൾ ഇത് വെറുതെ ഇങ്ങനെ എന്തെങ്കിലും കേട്ടിട്ട് നമുക്ക് ഞാൻ തീരുമാനം എടുക്കുകയാണ്, ഞാൻ നാളെ തൊട്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയ തീരുമാനങ്ങൾ എടുക്കൂ എന്ന് 1000 പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് സാധിക്കരുത്. ഇനിയിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് സജഷനെ കുറിച്ച്, അല്ലെങ്കിൽ മറ്റുള്ള അതിനെ കുറിച്ചല്ല. തീർച്ചയായിട്ടും നമ്മളുടെ നമ്മുടെ ന്യൂറൽ പാത്ത് വൈസ് ഒക്കെ മാറും എന്നൊക്കെ പറഞ്ഞു. എന്നാലും പക്ഷേ പലപ്പോഴും അത് നമുക്ക് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ദെൻ അടുത്ത ഒന്നാമത്തെ പ്രീ റിക്വസിറ്റ് പ്രസന്റ് മൊമെന്റ് അവയർനെസ് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് കൂടുതൽ, അതായത് പ്രസന്റ് മൊമെന്റ് അവയർനെസ് നമുക്ക് ആവശ്യമുണ്ട്. എന്തെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് എടുത്തു ചാടി റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.
ദെൻ അതുപോലെ തന്നെ നമ്മൾക്കുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് എല്ലാത്തിനെ കുറിച്ചുമുള്ള നമ്മുടെ ഒരു നോൺ ജഡ്ജ്മെന്റൽ ഒബ്സർവേഷൻ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നോൺ ജഡ്ജ്മെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ഞാൻ സോഷ്യൽ മീഡിയയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞല്ലോ, പെട്ടെന്ന് എത്രയോ പെട്ടെന്നാണ് നമ്മൾ ജഡ്ജ്മെന്റൽ ആകുന്നത്. അപ്പൊ ആ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ആ ഒരു അത് നമ്മൾ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കണം നമ്മുടെ ഇതിൽ. ഇമോഷണൽ അക്സെപ്റ്റൻസ്, ഓക്കെ, ഭയം അതല്ലെങ്കിൽ മറ്റതുപോലെയുള്ള ഇമോഷൻസ് വരുമ്പോൾ അതിനെ ഉണ്ട് എന്നുള്ളതാണ്, നമുക്ക് ഉള്ളതാണ്. അതാണ് റെസീലിയൻസിന്റെ ഏറ്റവും വലിയ ഒരു ഭാഗം എന്ന് പറയുന്നത്. എനിക്കതുണ്ട്, എനിക്ക് ഇന്ന വികാരങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഭയമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കോപമുണ്ട്, ഇങ്ങനെയുള്ള അതിനെക്കുറിച്ചുള്ള ആ ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അതാണ് ആവശ്യം. ദെൻ ബോഡി അവയർനെസ് അല്ലെങ്കിൽ സൊമാറ്റിക് മൈൻഡ്ഫുൾനെസ് എന്ന് നമുക്ക് പറയാം. അതിനകത്ത് വേറെ ഇതുണ്ട്. അപ്പം നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഞാൻ സൊമാറ്റിക്, അതുപോലെ തന്നെ നമ്മളുടെ സൊമാറ്റിക് എന്താണ് ബോഡി ഫുൾനെസ് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. ഞാൻ ഒരു ക്ലാസ് എടുത്തായിരുന്നു ഈ പ്ലാറ്റ്ഫോമിൽ. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വളരെ ഇനി തൊട്ട് ഞാൻ ശ്രമിക്കുന്നത് എപ്പോഴും ചെറിയ ചെറിയ ക്ലാസ്സുകൾ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ എല്ലാ ഭാഗങ്ങളും പറയണമല്ലോ, അല്ലെങ്കിൽ ക്ലിയർ ആകണമല്ലോ എന്ന് ഓർത്ത് ഞാൻ പറയുന്നത് കൊണ്ട് ക്ലാസ്സിന്റെ സമയം ദീർഘിപ്പിച്ചു പോകുന്നു. ദെൻ ബിഗിനേഴ്സ് മൈൻഡ് നമുക്ക് ആവശ്യമുണ്ട്. ബിഗിനേഴ്സ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ആദ്യം കാണുന്ന ഒരു കൊച്ചുകുട്ടി എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴുള്ള ആ കൗതുകം ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെയാണ് ഇത്. സെന്നിന്റെ ഒരു ഇതാണ്, സെൻ മൈൻഡ് ഈസ് ബിഗിനേഴ്സ് മൈൻഡ് എന്ന് പറഞ്ഞുള്ള ഒരു സെയിങ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ്, മൈൻഡ്ഫുൾനെസിന്റെ ഒരു ഭാഗമാണ് കൂടുതൽ ഓരോന്നിനെയും നമ്മൾ ആദ്യം കാണുന്നത് പോലെ കൗതുകത്തോടു കൂടി കാണാൻ നോക്കുക. ദെൻ പേഷ്യൻസ് ആൻഡ് സെൽഫ് കമ്പാഷൻ, നമ്മളോട് തന്നെ. അതാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്. അതെ, പലരും അത് വേണ്ട എന്ന് ഒന്നോ രണ്ടോ ടോക്ക് കഴിയുമ്പോഴേക്കും വേണ്ട എന്ന് വെച്ച് പോകുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സെൽഫ് വർക്ക് ചെയ്യണം, തന്നെത്താൻ വേണം, നമ്മൾ കണ്ണുകൾ അടയ്ക്കണം, നമ്മൾ ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിക്കണം. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ വേണം. അതുമില്ലാത്തത് കൊണ്ടാണ് നമുക്ക്, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഇത് വേണം, നമുക്ക് റെഡിമെയ്ഡ്, നമ്മളൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നതും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ ആ ടൈമും അതിന്റെ ബുദ്ധിമുട്ടുകളും, അതുകൊണ്ട് നമ്മൾ ഹോട്ടലിൽ പോയേക്കാം എന്ന് കരുതുന്നു. അപ്പൊ പേഷ്യൻസ് ആൻഡ് സെൽഫ് കമ്പാഷൻ നമുക്ക് ആവശ്യമുണ്ട്. സമയമെടുക്കും ഇത് അതിനു വേണ്ടി കാത്തിരിക്കാനുള്ള ഇത്. ഓക്കെ, അടുത്തത് നമ്മൾ ഈ സെൽഫ് ട്രസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മൈൻഡ്ഫുൾ സ്ട്രാറ്റജീസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്, മോർണിംഗ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസ്, മോർണിംഗ് ആൻഡ് ഈവനിങ് മൈൻഡ്ഫുൾ പ്രാക്ടീസസ്. ഇത് ആവശ്യമാണ്. അതല്ലെങ്കിൽ നമുക്ക് അതിങ്ങനെ ഒരു ക്ലാസ്, ഇപ്പം നമ്മൾ പണ്ട് ആഴ്ചയിൽ ഓരോന്നുണ്ടായിരുന്നു, ഇപ്പം മാസത്തിൽ ഒന്നായി. അപ്പൊ അതുകൊണ്ട് മാത്രമില്ല നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക മോർണിംഗ് ആൻഡ് ഈവനിങ്. റെഗുലർ ബോഡി സ്കാൻ മെഡിറ്റേഷൻ, അത് നിങ്ങൾക്ക് അറിയാം. ബോഡി സ്കാൻ മെഡിറ്റേഷൻ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ബിൽസ് ഇന്നർ ബോഡി വിസ്ഡം. ഓക്കെ, ഇന്നർ ബോഡി വിസ്ഡം ഞാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഹീലിങ്സിനൊക്കെ നമുക്ക് ഒത്തിരി സഹായിക്കുന്നതാണ്. ദെൻ ബ്രെത്ത് അവെയർനെസ് ഫോർ കാംനെസ്, നമ്മൾ അല്ലെങ്കിൽ നമ്മളുടെ ആ പെട്ടെന്നുള്ള ഞാൻ പറഞ്ഞ കാം ആകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ബ്രെത്ത് അവെയർനെസ്, അല്ലെങ്കിൽ ആ ബ്രീത്തിങ് എക്സസൈസ്, അല്ലെങ്കിൽ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിൽ അതിന് ഗ്രൗണ്ടിങ് എക്സസൈസ് എന്ന് പറയും. ഗ്രൗണ്ടിങ് പ്രാക്ടീസസ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുന്നത് ആവശ്യമാണ്. ഒബ്സർവിങ് അവർ ഇന്നർ ക്രിട്ടിക് വിത്ത് കമ്പാഷൻ, എന്നെ കുറിച്ച് തന്നെയുള്ള എൻ്റെ ആ മറ്റുള്ളവർ പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് തോന്നിയതോ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ആ ഇന്നർ ആയിട്ടുള്ള ക്രിട്ടിക്ക് വിത്ത് കമ്പാഷൻ, നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ കമ്പാഷനേറ്റ് ആകുക, സെൽഫ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുക. അത് സാരമില്ല, അല്ലെങ്കിൽ എനിക്ക് തെറ്റുപറ്റി കാണാം, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് തന്നെ ബോധ്യപ്പെട്ടെങ്കിൽ അതിനെ ഇനി അത് എനിക്ക് അവസരങ്ങളുണ്ട്, ഞാൻ പഠിക്കും, ഞാൻ കൂടുതലായിട്ട് ചെയ്യുമെന്നുള്ള ആ ഒരു ഇത്. പ്രാക്ടീസ് ഫോർ സ്മോൾ ആൻഡ് ഫോർ മീഡിയം ഡിസിഷൻസ്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് ഓരോ പ്രാവശ്യവും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചാടിയെടുക്കാതെ അല്ലെങ്കിൽ പെട്ടെന്ന് ഒന്നും ചെയ്യാതെ നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് നമ്മൾ പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുക. ദെൻ മൈൻഡ്ഫുൾ ജേർണലിംഗ് ഫോർ സെൽഫ് അവെയർനെസ്, നമുക്കുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മളുടെ ആ മിസ്ട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഫിയർ ഓഫ് സെൽഫ് ട്രസ്റ്റിന്റെ അതിന്റെ ഉണ്ടാകുന്നതിനെ കുറിച്ച് എത്ര പ്രാവശ്യം ഉണ്ട്, അതിന്റെ ഫ്രീക്വൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു മൈൻഡ്ഫുൾ ജേർണലിങ് യഥാർത്ഥത്തിൽ ഇതിൽ നിന്നെ ഓവർകം ചെയ്യണമെന്നുള്ളവർക്ക് അവസരമുണ്ടാകും. ദെൻ ഡെയിലി മൈൻഡ്ഫുൾനെസ് ബ്രേക്സ്, ഒരുപക്ഷെ 1 മിനിറ്റ് ആയിരിക്കാം, 5 മിനിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെയുള്ള മൈൻഡ്ഫുൾ ബ്രേക്സ് നമ്മൾ എടുക്കുക. പ്രത്യേകിച്ച് 1 മിനിറ്റ്, 5 മിനിറ്റ് ഒക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്തിരിക്കുന്നതിൽ നിന്ന് നമ്മളൊന്ന് മാറി വെറുതെ ഇരിക്കാൻ നോക്കുക. അല്ലെ പുറത്തേക്ക് നോക്കി നമുക്കൊരു
ഒരു പ്രകൃതിയുടെ ഏതെങ്കിലും ഒന്ന്, ഒരു ഇല അനങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ മഴ പെയ്യുന്നതിന്റെ ശബ്ദമാകാം, അല്ലെങ്കിൽ ഒരു പക്ഷി പറക്കുന്നതോ പക്ഷി ചിലയ്ക്കുന്നതോ എന്തെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ, മറ്റുള്ള ഇതിലേക്ക് നമ്മൾ ഒന്ന് ഡൈവേർട്ട് ചെയ്യുക എന്ന് പറയാം. ബി പേഷ്യൻറ്റ്. ഇതിന്റെ ആ ഔട്ട്കം കിട്ടുന്നതിന് വേണ്ടിയെ കുറിച്ച് ഉള്ള ആ സമയം എടുക്കുന്നതിനെ കുറിച്ച് പേഷ്യൻസ് നമുക്ക് ആവശ്യമുണ്ട്. ഫ്രീ ഫ്രെയിമിംഗ് മിസ്റ്റേക്സ് ആസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സെൽഫ് ട്രസ്റ്റ് ഗ്രോത്ത്. നമുക്ക് ഉണ്ടാകുന്ന ആ അബദ്ധത്തെ കുറിച്ചാൽ കൂടുതൽ ഞാൻ പറഞ്ഞു, എനിക്ക് ആ വിശ്വാസക്കുറവ്, ആത്മവിശ്വാസക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൂടുതൽ റീഫ്രെയിമിങ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകളെ റീഫ്രെയിം ചെയ്തുകൊണ്ട് സെൽഫ് ട്രസ്റ്റിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിന്റെ ഇതിന്റെ ടേക്ക് ഹോം മെസ്സേജ് എന്താണെന്ന്, ഒബ്സർവ് അവർ ഇന്നർ സെൻസേഷൻസ്. എന്താണെന്നുള്ളത്, ആന്തരികമായിട്ടുള്ള സംവേദനങ്ങൾ ശ്രദ്ധിക്കുക. ലേൺ ഫ്രം ദം. അതെന്താണ് നമുക്ക് തരുന്ന ഒരു മെസ്സേജ് ഉണ്ടാകും. ആൻഡ് ഗ്രാജുവലി ആക്ട് ഇൻ അലൈൻമെന്റ് വിത്ത് യുവർ ഇന്നർ ഗൈഡൻസ്. അല്ലെങ്കിൽ നമ്മളുടെ ആ ആന്തരികമായ ശബ്ദം, അതിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ അതിനോട് അലൈൻ ചെയ്തു പോകുക. ഓക്കെ, ഒരു കാര്യം മിസ് ചെയ്യുന്നുണ്ട്. എന്താണത്? ഹോംവർക്ക് ആണ്. വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് മൈൻഡ്ഫുൾ ഈ പ്രാക്ടീസ്, സെൽഫ് ട്രസ്റ്റ് ഇതിന് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമയക്കുറവ് കൊണ്ട് ഞാനത് പറയുന്നില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, Sir, can you hear me? യെസ്. സർ, ഇപ്പൊ ഇതിന്റെ മൈൻഡ്ഫുൾനെസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സർ ഇപ്പൊ പറഞ്ഞല്ലോ. മൈൻഡ്ഫുൾനെസ് ജേർണലിംഗ്, അതിനെ പറ്റി ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, ചോദിച്ചത് ആരാണെന്ന് കൂടി? ആരാണ്? ജസീന. ഓക്കെ. മൈൻഡ്ഫുൾ ജേർണലിംഗ് എന്ന് പറയുന്നത് അത് തന്നെ വളരെ ദീർഘമായിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ചും എന്തിനെക്കുറിച്ചും നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് എഴുതാം. നമ്മൾ ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഡയറി എഴുതുന്നതിനെ കുറിച്ച് അല്ലേ? അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമുക്കിപ്പോൾ ഉദാഹരണമായിട്ട് ഇന്നിപ്പോ പറഞ്ഞ വിഷയമാണ് സെൽഫ് ട്രസ്റ്റിനെ കുറിച്ചുള്ള നമ്മളുടെ ആ ഭയമാണെന്നുണ്ടെങ്കിൽ, അത് പലപ്പോഴും നമ്മൾക്ക് ഒരു ദിവസത്തിൽ എത്രയോ പ്രാവശ്യം നമുക്ക് നമ്മുടെ മനസ്സിൽ അത് വരുന്നുണ്ടാകും. ഓരോ തീരുമാനങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ പഴയ കാര്യങ്ങളിലേക്ക് പോകും. അന്ന് ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയി, അത് എനിക്ക് തന്നെ തോന്നാം, മറ്റുള്ളവർ പറഞ്ഞതാകാം, അതുപോലെയുള്ളത്. അല്ലെങ്കിൽ നമ്മളുടെ ഓരോ പുതിയ തീരുമാനങ്ങളും. അപ്പൊ ഇത് നമ്മൾ അതിനകത്ത് ഒത്തിരി വികാരങ്ങൾ അല്ലെങ്കിൽ ഇമോഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. ഭയമുണ്ടാകാം, അല്ലെങ്കിൽ ആശങ്ക, അല്ലെങ്കിൽ മറ്റതുപോലുള്ള ഇമോഷൻസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ളതിനെ നമ്മൾ നമ്മൾ അത് കുറിച്ചിടുക. എവിടെയെങ്കിലും പുസ്തകത്തിൽ ജേർണലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും കുറിച്ചിടുക എന്നുള്ളതാണ്. അപ്പം അത് ചെയ്യുന്നത് കൊണ്ട് ഇതൊരു വലിയ 1, 2, 3 ക്ലാസ് മൈൻഡ്ഫുൾ ജേർണലിംഗിനെ കുറിച്ച് തന്നെ ക്ലാസ്സുകൾ എടുക്കും. നമുക്ക് വെസ്റ്റേൺ കൺട്രീസിലുണ്ട്. അപ്പം ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാല്, അത് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് കുറിച്ചിട്ടതിനെ കുറിച്ച് നാളെയോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി ഒരു ഇന്നർ വിസ്ഡം നമുക്ക് തോന്നും. നമുക്ക് കുറച്ചുകൂടി നമ്മളുടെ ഉള്ളിലുണ്ടായിരുന്ന അന്നത്തെ ആ സാഹചര്യത്തിലുള്ള ആ ഒരു വൈകാരികമായിട്ടുള്ളതായിരിക്കില്ല ഇന്ന് നമ്മൾ നോക്കുമ്പോൾ. നമ്മളൊരു തിരിഞ്ഞുനോട്ടമാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ആ തിരിഞ്ഞുനോട്ടത്തില് നമുക്ക് പലതും പഠിക്കാൻ നമുക്ക് സാധിക്കും. കുറെ കൂടി നമ്മളുടെ ആ ഇന്നർ വിസ്ഡത്തെ നമ്മൾ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് മറ്റുള്ളവരെ കാണിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല. നമ്മൾ ഇപ്പോൾ അനുഭവിച്ചിട്ടുള്ള ഈ പ്രസന്റ് മൊമെന്റിൽ നമുക്കുണ്ടാകുന്ന വിചാരങ്ങളെ നമ്മൾ എഴുതിയിടുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറയുന്നത്. കാരണം അത് ഓക്കെ, അത് നമുക്ക് പിന്നീട് പറയാവുന്ന കാര്യമാണ്. ഇതാണ് ഇതിന്റെ ശരിക്കുള്ള, ഞാൻ പറഞ്ഞ വളരെ ചുരുക്കത്തിൽ എനിക്ക് പറയാൻ സാധിക്കുന്ന ഉത്തരം. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. മെഡിറ്റേഷനിലേക്ക് പോകാൻ ശേഷം ആകാം. ഓക്കെ.
ഓക്കെ, ഒരു സെക്കൻഡ്. കേൾക്കാമോ സാറേ? കേൾക്കാം സർ. ഓക്കെ, നമ്മൾ തുടങ്ങാണ്. സാറേ എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്യണം പ്ലീസ്. യാ, ഓക്കെ, നൗ വി സ്റ്റാർട്ട്. തീരുമാനങ്ങൾ എടുക്കുവാനുള്ള നമ്മുടെ ആത്മവിശ്വാസക്കുറവിനെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശ ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരീരത്തിന് സ്ഥിരത കൈവരിക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ സുഖകരമായ രീതിയിൽ നിങ്ങൾ ഇരിക്കുക. നിങ്ങളുടെ ശരീരത്തെ പിന്തുണയ്ക്കുന്ന നിലം, കസേര അല്ലെങ്കിൽ തലയണ എന്നിവയുടെ സാന്നിധ്യം അറിയുക. ശരീരത്തിന്റെ ഭാരം, ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമായ സ്ഥിരത എന്നിവയും ശ്രദ്ധിക്കുക. നിങ്ങളുടെ താടിയെല്ലുകൾ മൃദുവാകട്ടെ. നിങ്ങളുടെ തോളുകൾ വിശ്രമിക്കട്ടെ. നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ മടിയിലും വിശ്രമിക്കുവാൻ അനുവദിക്കുക. ശരീരത്തിനും മനസ്സിനും ശാന്തിയും വിശ്രമവും നൽകുന്നതിനു വേണ്ടി ആഴത്തിൽ 3 പ്രാവശ്യം ശ്വസിക്കുക. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, അതുപോലെ സാവധാനം നിശ്വസിക്കുക. നിങ്ങൾക്ക് സാവധാനം സ്വാഭാവികമായ ശ്വാസോച്ഛ്വാസത്തിലേക്ക് മടങ്ങിയെത്താം. സ്വാഭാവികമെന്ന് ഞാൻ പറഞ്ഞാലും 4 അല്ലെങ്കിൽ 5 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അത്രയും സമയമെടുത്ത് ശ്വാസത്തെ പുറത്തേക്ക് വിടുക. ഈ ശ്വാസനിശ്വാസം നമുക്കൊരു താളമായി മാറ്റാം. ആ താളലയത്തില് ഇനിയുള്ള സമയം, ഈ ധ്യാനത്തിന്റെ മുഴുവൻ സമയവും ലയിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക.
നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചുള്ള അവബോധം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉദരത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന ഉയർച്ചയും താഴ്ചയും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ശ്വസനത്തിന്റെ സ്വാഭാവിക താളവും ശ്രദ്ധയിൽ കൊണ്ടുവരിക, അതിൽ ലയിക്കുക. ഓരോ ശ്വാസവും അങ്ങേയറ്റം മൃദുവായ രീതിയിൽ എടുക്കുക. ഒന്നിനെയും നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. ഈ നിമിഷത്തിൽ സമാധാനത്തോടെയും ശാന്തിയോടെയും ഇവിടെ മാത്രമായിരിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ശാന്തമായി ശ്വസിക്കുക, ശാന്തമായി നിശ്വസിക്കുക. നമ്മുടെ ശ്രദ്ധയെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭയം, പ്രത്യേകിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിനെ കുറിച്ചുള്ള ഭയമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഭയത്തെ സൗമ്യമായി നിങ്ങളുടെ അവബോധത്തിലേക്ക് ക്ഷണിക്കുക. എനിക്ക് തെറ്റ് പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ നല്ലവനോ നല്ലവളോ ആകാതിരിക്കുമോ? എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കുവാൻ കഴിയുമോ? ഇപ്രകാരമുള്ള ചിന്തകളോ അവയുമായി ബന്ധപ്പെട്ട ഭയമോ ആയിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ വരുന്നത്. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന മറ്റൊരു ഭയമാകാം. അതിനെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുവാൻ അനുവദിക്കുക. എന്നാൽ അതിനെ പിന്തുടരുവാനോ തള്ളിക്കളയുവാനോ ശ്രമിക്കരുത്. ഈ നിമിഷത്തിൽ അവയെ മുഖാമുഖം കണ്ടുമുട്ടുക. ശ്വാസോച്ഛ്വാസത്തിൽ തന്നെ നങ്കൂരമിടുക. ഭയവുമായി ബന്ധപ്പെട്ട ചിന്തകളോ സംഭവങ്ങളോ ചിത്രങ്ങളോ കഥകളോ വ്യക്തികളോ ഒരുപക്ഷെ നിങ്ങളുടെ അവബോധത്തിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. അവയെ സൗമ്യമായി തിരിച്ചറിയുക. നമുക്കൊരു പക്ഷേ അവയെ ഇപ്രകാരം വിളിക്കാം: ഭയം ഇവിടെയുണ്ട്, സംശയം, ആശങ്ക, കുറ്റബോധം, നിരാശ, ഇവയിൽ ഏതെങ്കിലും ഇപ്പോൾ ഇവിടെയുണ്ട്. അംഗീകരിക്കുക. മുഖാമുഖം കാണുക.
ഭയത്തോടെ പിന്തിരിയാതിരിക്കുക. സൗമ്യമായി വീണ്ടും ശ്വസിക്കുകയും ശ്വാസോച്ഛ്വാസത്തിന്റെ താളലയത്തിൽ ധ്യാനം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിക്കാം. നിങ്ങൾക്ക് ഭയമുണ്ടാകുമ്പോൾ, ആശങ്കയുണ്ടാകുമ്പോൾ, സംശയമുണ്ടാകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ആ ഭയം പ്രതിഫലിപ്പിക്കുന്നത് എവിടെയാണ്? ഒരുപക്ഷെ നെഞ്ചിലോ, ഉദരത്തിലോ, തൊണ്ടയിലോ, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്കത് അനുഭവപ്പെട്ടില്ലെങ്കിലും ഭാവിയിൽ നിങ്ങൾക്കിങ്ങനെ അനുഭവപ്പെടാം. ഒരു കുഞ്ഞിനെ പോലെ ജിജ്ഞാസയോടെ ഈ സംവേദനങ്ങളെ സമീപിക്കുക. പരിഹരിക്കാനോ പോരാടുവാനോ ശ്രമിക്കരുത്. അവയുടെ സാന്നിധ്യം അനുഭവിക്കുക. നിരീക്ഷിക്കുക. അതിൻ്റെ ഭാഗമായി അത് നമ്മളെ അതിനോടൊത്ത് കൊണ്ടുപോകുവാൻ വിട്ടുകൊടുക്കാതെ നിരീക്ഷിക്കുക. നിങ്ങൾക്കിപ്പോഴോ അല്ലെങ്കിൽ ഭാവിയിലോ ഉണ്ടാകുന്ന ശാരീരികമോ മാനസികവുമായ സംവേദനങ്ങൾ അസ്വസ്ഥമാകുന്നെങ്കിൽ സ്വയം ഇപ്രകാരം പറയുക: ഇത് ഒരു പ്രയാസകരമായ നിമിഷമാണ്. ഇതിനൊപ്പം പോകുവാൻ കഴിയുകയില്ല. പക്ഷേ ഇതിനെ എനിക്ക് മറികടക്കുവാൻ കഴിയും. ഈ നിമിഷത്തിൽ നിങ്ങളുടെ മുറിയിൽ, നിങ്ങളുടെ ഇരിപ്പിടത്തിൽ നിങ്ങൾ സുരക്ഷിതനായിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ സുരക്ഷിതയായിരിക്കുന്നത് പോലെ ഭാവിയിലും ആ സുരക്ഷിതത്വം നിങ്ങളെ സഹായിക്കും. ഏതെങ്കിലും സംവേദനം ശക്തമായി അനുഭവപ്പെടുന്നെങ്കിൽ സൗമ്യമായി ശരീരത്തിൻ്റെ ആ ഭാഗത്തെ ഒരു ആശ്ലേഷ ഭാവത്തോടുകൂടി, ഒരു തലോടലോടുകൂടി സൗമ്യമായി എടുക്കുക.
ഓരോ ശ്വാസോച്ഛ്വാസത്തോടൊപ്പം നിങ്ങളോട് കാണിക്കുന്ന ആ കരുണ ആ ശരീരഭാഗത്തിലേക്ക് കടത്തിവിടുക. ക്ഷമയോടെ കാരുണ്യത്തിൻ്റെ ആ മന്ത്രങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉരുവിടുക. അവനിൽ ആരെങ്കിലും ഇപ്പോഴും സംവേദനങ്ങളുടെ ശക്തിയിൽ അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടിപ്പ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ ഉദരത്തിൻ്റെ ഉയർച്ച താഴ്ചകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് ഹൃദയത്തിലുള്ള എന്തെങ്കിലും, ഈ വർത്തമാന നിമിഷത്തിൽ നടക്കുന്ന എന്തിനെക്കുറിച്ചെങ്കിലും നിങ്ങൾക്ക് അവബോധം ഉള്ളവരാകാം. വീണ്ടും സാവകാശം സൗമ്യമായി നിങ്ങളുടെ ശ്വാസനിശ്വാസത്തിൻ്റെ ലളിതമായ താളത്തിലേക്ക് അവബോധം തിരികെ കൊണ്ടുവരിക. നിങ്ങളെ അവബോധത്തിൽ ഉറപ്പിക്കുന്ന ശ്വാസത്തിൻ്റെ സ്ഥിരത അനുഭവിക്കുക. സ്വയം ഇപ്രകാരം പറയുക: ഇവിടെ ഇപ്പോൾ എനിക്കെന്നെ തന്നെ വിശ്വസിക്കുവാൻ കഴിയും. ഈ ഭയത്തിനു കീഴിൽ എനിക്ക് ആശ്രയിക്കുവാൻ കഴിയുന്ന ഒരു ശക്തി എന്നിലുണ്ട്. എൻ്റെ ഭയം മറയ്ക്കുന്ന നിഴലുകളെയും അന്ധകാരത്തെയും പ്രകാശിപ്പിക്കുവാൻ എന്നിലൊരു വെളിച്ചമുണ്ട്. അതെൻ്റെ ആത്മവിശ്വാസമാണ്. ശാന്തമായി ശ്വസിക്കുക. ശ്വാസോച്ഛ്വാസ നിരീക്ഷണത്തിൽ ധ്യാനം തുടരുക. ഒരിക്കൽ കൂടി നിങ്ങളുടെ അവബോധം നിങ്ങളുടെ ശരീരത്തിലേക്ക് സമ്പൂർണ്ണമായി കൊണ്ടുവരിക. നിങ്ങളുടെ ശ്വാസത്തെക്കുറിച്ച് അവബോധമുള്ളവരാവുക. നിങ്ങൾ ഇരിക്കുന്ന മുറിയെക്കുറിച്ച്, നിങ്ങളുടെ ചുറ്റുപാടുകളെക്കുറിച്ചും വീണ്ടും അവബോധം വീണ്ടെടുക്കുക.
നിങ്ങളുടെ കൈകാലുകളിലെ വിരലുകൾ സാവധാനം ചലിപ്പിക്കുക. Good evening. ഓക്കെ സാർ. Good evening. Good evening. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. ഹരി പറയും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് യൂസ്ഫുൾ ആയി സർ സെഷൻ. താങ്ക് യു. താങ്ക് യു. കേൾക്കാം, പറയും. ഓക്കെ, അമർജ്യോതി മാം എന്തെങ്കിലും പറയുന്നു? സാറേ, ഇത് സാറ് കുറേ കാലമായി എടുക്കുന്നത്, പക്ഷേങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു പുട്ട് ഇൻ ടു പ്രാക്ടീസ്. നല്ല കാര്യമാണ്. നമ്മളെ ഇന്നത്തെ ജീവിതത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഈ നമുക്കൊന്നിനെ പറ്റി ചിന്തിക്കാനോ നമ്മളെ സ്വയം അനലൈസ് ചെയ്യാനോ ഒന്നും ആരും മെനക്കെടുന്നില്ല. പക്ഷേങ്കിൽ അങ്ങനെ മെനക്കെടുകയാണെങ്കിൽ എത്രയോ നമുക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ പറ്റും. പക്ഷേ മനുഷ്യന് അതൊന്നുമല്ല വേണ്ടത്. എന്താ പറയാ, ഇങ്ങോട്ടെന്നില്ലാത്ത ഓട്ടാണ് ഓരോരുത്തർ ഓടുന്നത്. പക്ഷെ ശരിക്കും അതായത് എപ്പോഴും പറയുന്നത് പനനീർ പൂവിനെയൊക്കെ കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് പോലെ ആസ്വദിക്കണം എന്ന് പറയുന്നത് ശരിക്കും അത്രയും ഞാൻ പറയുന്ന വളരെ പ്രയാസപ്പെട്ട് വേണം ഈ ഒരു മേഖലയിലേക്ക് കടക്കാൻ. സാധാരണ മനുഷ്യന് അസാധ്യമായതാണ്. നല്ല എന്താ പറയണ്ട, ക്ഷമയുള്ള ആൾക്കാർക്ക് വളരെ നല്ല ജീവിതം നയിക്കാൻ പറ്റും. പിന്നെ എന്താണെങ്കിൽ ഒരു കാര്യം, മനസ്സാക്ഷി ഇത് പറയുന്നത് ഇന്നർ സെൻസിനോട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ ആ മനസ്സാക്ഷിയോട് ചോദിക്കുന്നത് അല്ലേ. നമ്മളെപ്പോഴും പണ്ട് ചെറിയ കുട്ടിയായിരിക്കുന്നവരോ പറയുന്നതല്ലേ, മനസ്സാക്ഷി ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാം. അതായത് നമ്മൾ ഉള്ളിലോട്ട് നോക്കണം എന്നുള്ളത് ചെറുപ്പത്തിലേ പറയുന്നുണ്ട്. പക്ഷെ അത് ആൾക്കാരത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് സാറ് അത് നല്ലൊരു തിരിച്ചറിവാണ്. ഇത് പ്രാക്ടീസ് ചെയ്താൽ എന്തായാലും ജീവിതം വളരെ മനോഹരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു സർ. താങ്ക് യു ആന്റണി സർ. ഓക്കെ സർ. ഒരുപക്ഷെ നമ്മളുടെ ആളുകൾക്കുണ്ടാകുന്ന ഒരു ഭയം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു തെറ്റിദ്ധാരണയാണ് നമുക്ക് ഇത് പ്രായോഗികമാണോ ഈ പറയുന്നത്. പക്ഷേ ഞാൻ കരുതുന്നു മില്യൺ കണക്കിന് ആളുകൾ ഇതിന്റെ പ്രായോഗികത തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള പഠനങ്ങളെല്ലാം ഒന്നുണ്ട്. MPSR, MBP, MBCT എന്നൊക്കെ പറയുന്ന ആ ക്ലാസ്സുകളും അല്ലെങ്കിൽ അത് കോഴ്സുകളും അതൊക്കെ അറ്റൻഡ് ചെയ്യാനും അവർ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്നിട്ടുള്ള റിസൾട്ടുകൾ അത് സൂചിപ്പിക്കുന്നത് മില്യൺ കണക്കിന് ആളുകൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നാണ്. ഒരുപക്ഷെ ഒരു കേരളത്തില് എനിക്കറിയില്ല, ഞാൻ കേരളത്തിലല്ലാത്തത് കൊണ്ട് കേരളത്തിന്റെ ആ പരിസ്ഥിതി അല്ലെങ്കിൽ ആളുകളുടെ മനോഭാവങ്ങൾ കൂടുതലായിട്ട് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇതിന്റെ പ്രായോഗികതയെക്കുറിച്ച് ഒരുപക്ഷെ നമുക്ക് സംശയമുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം പലപ്പോഴും ആളുകൾ ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ഇതേ ക്ഷമയോടുകൂടി പരിശീലിക്കാനോ ശ്രമിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ ആ മാനസിക സുഖം, അല്ലെങ്കിൽ മാനസികം മാത്രമല്ല ശാരീരികത്തിന്റെ അത് ഒത്തിരി അനുഭവിക്കുന്ന ഒത്തിരി ആളുകൾ ലോകത്തുണ്ട്. എല്ലാ രാജ്യത്തും ഉണ്ട്, ഏഷ്യയിലും ഉണ്ട്. എനിക്കറിയില്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുമായിരിക്കും ഒരുപക്ഷെ ഇതൊരു പുതിയ പ്രോഡക്റ്റ് ആണോ കേരളത്തിൽ നിന്ന്. ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് പലയിടത്തും പലരും പല സാഹചര്യത്തിൽ അത് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെന്തുമാത്രം അതിന്റെ ആ പ്രായോഗിക ജീവിതത്തിൽ അവർ വരുത്തുന്നുണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ.
അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ട്. ഇന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, പഠിച്ച ആ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സ് ഇത് മൈൻഡ്ഫുൾനെസ് പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സൈക്കോളജി പഠിക്കുന്ന ആ സ്ഥാപനത്തിൽ. ഞാനത് അവരെ പറ്റി എനിക്കറിയില്ല. പിന്നെ അവർ ഓൺലൈനിലല്ല, അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല. എനിവേ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ഇതെന്ന് എങ്ങനെ പ്രായോഗികമാക്കുമെന്നുള്ളതിന് നമുക്ക് ഒത്തിരി ക്ഷമ വേണം. അതുപോലെ തന്നെ ഒത്തിരി പരിശീലനവും ആവശ്യമാണ്. താങ്ക് യു. ഓക്കെ, ഷീലാമ്മ. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. സാറേ ക്ലാസ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ സെൽഫ് ട്രസ്റ്റ് കുറച്ചുകൂടി വിശാലമായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെനിക്കൊരു ഡൗട്ടായിട്ട് തോന്നിയിട്ടുള്ളത് സാറേ, അത് സെൽഫ് ട്രസ്റ്റിന് വേണ്ടി സാർ ആദ്യം എടുത്ത പോയിന്റ് റെസീലിയൻസ് ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഓതന്റിസിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ് വന്നല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും അവർ ഓരോ മൂല്യബോധമുണ്ട്, എത്തിക്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോരുത്തരും പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞു സാറ്. ഇതില് എനിക്കൊരു ഡൗട്ട് തോന്നുന്നത്, ഒരു മനുഷ്യ ജീവിതത്തിൽ ഏത് ഘട്ടത്തിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓതന്റിസിറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യം ഉൾക്കൊള്ളാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നത്? കാരണം പേരൻസ് ഇടപെടും സാറേ ചെറുപ്രായത്തിലാണെങ്കിലേ. നമുക്ക് എവിടെ വെച്ചാണ് ഇതിനെ ഒരു പിടി കിട്ടുന്നതെന്ന് ഒന്ന് വ്യക്തമാക്കാമോ സാറേ? നമ്മളുടെ ഒതന്റിസിറ്റി നമ്മൾ ഒരുപക്ഷെ അത് നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടും അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടുമാണ്. നമ്മുടെ ഓരോ മക്കളിൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒതന്റിസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കുഞ്ഞു കൊച്ചിന് ഒരു ബേബിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്തും അത് അതിനെന്താണ് അതിൻ്റെ തന്നെ ഒരു ഇതുണ്ട്, തീരുമാനം വേണ്ട അല്ലെ തട്ടിക്കളയുന്നു, അല്ലെങ്കിൽ അത് അതിൻ്റെതായിട്ടുള്ള ഒരു ഒതന്റിസിറ്റിയുടെ ഒരു ഭാഗമാണ്. ഒതന്റിസിറ്റി ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, എല്ലാ മനുഷ്യരിലും ഉണ്ട്. പക്ഷേ അവിടെ തൊട്ട് ആ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലുണ്ട്. അല്ലാതെ നമുക്കൊരു 10 വയസ്സ് 15 വയസ്സ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതല്ല നമ്മുടെ ഒതന്റിസിറ്റി എന്ന് പറയുന്നത്. നമ്മളുടെ തീരുമാനങ്ങൾ അത് പലപ്പോഴും അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല. ഒരു കുഞ്ഞ് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് തട്ടിക്കളയുന്നു, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്ന സമയത്ത് അത് കാരണം അത് അതിൻ്റെതായിട്ടുള്ള അതിൻ്റെ ബ്രെയിനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഒത്തിരി ഘടകങ്ങളുണ്ട്. അപ്പൊ അവിടെ അതിനെ നമ്മൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു കുട്ടിയോട് നമ്മൾ പറയുന്നു, നീ അത് ചെയ്യണ്ട, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യേണ്ടാത്ത ചില കാര്യങ്ങളുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് നമ്മൾ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ഓരോരുത്തരിലും അതിന്റെ ആ ഒതന്റിസിറ്റി ഉണ്ട്. അതിനെ വളരാൻ വേണ്ടി അതിനെ അംഗീകരിക്കാൻ പലപ്പോഴും കഴിയാത്ത ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളും നമ്മുടെ മക്കളെയും എല്ലാം ഇങ്ങനെ ജനറേഷൻസ് ആൻഡ് ജനറേഷൻസ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇതിന്റെ ഒരു വളർച്ച ഉണ്ടാകുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് എല്ലാവരിലും ഉണ്ട്, ആ ഒതന്റിസിറ്റി എന്ന് പറയുന്നത്. ജനിക്കുമ്പോഴേ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നു, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. പക്ഷെ അവരിലുണ്ട്, എല്ലാവരിലും ഉണ്ട്. ഓരോ തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങളിൽ ഉണ്ടാകുന്ന അത് നമ്മൾ അറിയാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. ആ ഒരു സെൻസേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആ ഒരു അറിവ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മൾ മറ്റു പല കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നെ വെൽബീയിങ്ങിലും അതുപോലെ തന്നെ സാറേ സെൽഫ് ട്രസ്റ്റും ഡിഫറൻസ് ബിറ്റ്വീൻ സെൽഫ് ട്രസ്റ്റും സെൽഫ് എസ്റ്റീമും സാറ് പറഞ്ഞല്ലോ. നമ്മുടെ ഇന്നർ ഗൈഡൻസ്, അതായത് ആന്തരികമായ വെളിച്ചം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടെന്നാണ് സെൽഫ് ട്രസ്റ്റിൽ പറയുന്നത്. സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് നമുക്ക് ഇന്നതാകണം, അല്ലെങ്കിൽ നമ്മുടെ ആരോ ആണ് എന്നുള്ള ആ ഒരു വിചാരത്തിൽ നമ്മൾ ജീവിക്കുക ആണല്ലോ. സെൽഫ് എസ്റ്റീം നമുക്ക് നമ്മളെ കുറിച്ച് തന്നെയുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു അറിവ് നമ്മളെ കുറിച്ച് തന്നെയുള്ള ഒരു ബഹുമാനവും ഉണ്ട് അതിനകത്ത്, സെൽഫ് എസ്റ്റീമിനകത്ത്. നമ്മളിപ്പോ അതിലേക്ക് പോകാനായിട്ട് സെൽഫ് ട്രസ്റ്റിനെ അറിയാം, എനിക്ക് അത്രയും കപ്പാസിറ്റി ഇല്ല. പക്ഷേ സെൽഫ് എസ്റ്റീം പറയുകയാണ്, നീ ഈ ആളാണ്, അല്ലെങ്കിൽ ഇന്നയാളാകണം, അല്ലെങ്കിൽ ഈ തലത്തിലെത്തണം. അങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റില്ലേ? അത് ഈ മൈൻഡ്ഫുൾനെസ് പോലുള്ള
പ്രാക്ടീസിലൂടെ നമുക്ക് പോകാൻ പറ്റുമോ? എന്താണ് അതിന് നമുക്ക് ഒരു മാർഗം സർ? ഓക്കെ, ആ ചോദ്യം വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഞാനത് ആ കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ സെൽഫ് ട്രസ്റ്റും നമ്മുടെ സെൽഫ് എസ്റ്റീമും അത് തമ്മിലുള്ള ബന്ധപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാനതിന്റെ ആ ഡിഫറൻസിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. തീർച്ചയായിട്ടും ഷീലാജി, താങ്ക് യു സോ മച്ച്. കാരണം ആ ഒരു പോയിന്റ് പറഞ്ഞതിന്. കാരണം ഞാൻ അതിന്റെ ആ ഒരുപക്ഷെ അതിരിക്കാൻ വേണ്ടി അതിന്റെ ഡിഫറൻസേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ അത് വളരെ ക്ലോസ്ഡ് ആണ്. കാരണം സെൽഫ് റെസ്പെക്ട് സെൽഫ് ട്രസ്റ്റ് ഉള്ളവർക്ക് കൂടുതൽ നമുക്ക് ആ സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതിനെ പരസ്പരം അത് പൂരകങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. അതെ, കാരണം സെൽഫ് എസ്റ്റീം ഉണ്ടെങ്കിൽ സെൽഫ് ട്രസ്റ്റിനെ നമുക്ക് പൊക്കിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ, അല്ലേ സാറേ? തീർച്ചയായിട്ടും. ഓക്കെ സാർ, ഇനി മറ്റുള്ളവർ ചോദിച്ചോട്ടെ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അതുപോലെ ഇന്നത്തെ മെഡിറ്റേഷനും വളരെ രസകരമായിരുന്നു. കാരണം നമ്മുടെ പിന്നെ പവറിനെ സാർ ഇങ്ങനെ ഉണർത്തി കൊണ്ടുവരുന്നായിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഹിമാവതിജി പറഞ്ഞോളൂ, ശുദ്ധോധന സാറ് പോകരുത്. അതെ അതെ, അതുപോലെ ഒരു യാത്ര കഴിഞ്ഞ് വന്നേ സാറേ, ഓണപരിപാടിയായിരുന്നു റാണിപുരം. അപ്പം നല്ല ക്ഷീണാണ്, കമ്പവലിക്കും എല്ലാം കൂടിയിട്ട്. സാറിന്റെ മെഡിറ്റേഷനിൽ ഞാൻ കുറച്ച് സമയം കണ്ണടച്ചു പോയി. സോറി പറയുന്നത് സാർ, ഞാൻ എപ്പോഴും സത്യം പറയുന്ന ആളാണ്. അപ്പം സാറിന്റെ കുറച്ച് കാര്യങ്ങളെ കേട്ടില്ല, ഞാൻ കയറാൻ വൈകിപ്പോയി. അപ്പം സാറ് പറഞ്ഞില്ലേ, സന്തോഷം ഉണ്ടാകുമ്പോ നമുക്ക് നല്ല ഉണ്ടാകുമ്പോ നമ്മുടെ ബോഡിയിലുള്ളതും, അതുപോലെ തന്നെ ദുഃഖം വരുമ്പം അത് ശരിക്കും ശരിയാണ് സാർ. ഈ ദുഃഖം വരുമ്പം പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു അധിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വയറിൽ തന്നെ സാറേ. വയറിലാണ് അധികം പ്രശ്നം ഉണ്ടാവുക. ചിലവർക്ക് ഇങ്ങനെ വയറുവേദന വന്നിട്ട് ഇങ്ങനെ അയ്യോ എനിക്ക് വയറ്റില് ശരിയില്ല എന്നെല്ലാം പറയുമ്പോ അത് ഞാൻ എപ്പോഴും അതിപ്പം സാറ് പറയുമ്പോ ഞാനത് വിചാരിച്ചു. പിന്നെ നമ്മള് മരീചിക ഉണ്ടല്ലോ സാറേ, നമ്മളിപ്പം സങ്കല്പം, ഇപ്പം കയറ് പാമ്പാണെന്ന് തോന്നുന്ന പോലെ റോഡിൽ വെള്ളം ഉണ്ടെന്ന് തോന്നുന്ന മരീചിക, അങ്ങനെയൊക്കെ നമ്മള് ഇങ്ങനെ തോന്നാറില്ല. പിന്നെ സാറ് കുട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ, കുട്ടികളുടെ കാര്യം പറയുമ്പോ 1-2 കാര്യം ഞാൻ പറയാം സാറേ. ഒരു 2 വയസ്സുണ്ടാകുമ്പോ മോന് ഇങ്ങനെ ചേച്ചിയുടെ വീട്ടിലുണ്ടായിരുന്നു. അവിടെ പോയിട്ടാകുമ്പോ ഒരു മോനുണ്ട്. അപ്പം അവന് അന്നേരം മിലിറ്ററിയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഏട്ടൻ ഭാവിയാണ്. കാരണം അവന് 10-15 വയസ്സെല്ലാം ആയിട്ടുണ്ടാവും തോന്നി. ഇവന് 2 വയസ്സ്. അപ്പൊ ഇവന് നേന്ത്രപ്പഴം കൊടുത്തിട്ടാകുമ്പോ മോന് അവൻ പറഞ്ഞു ഞാനിങ്ങനെ അമ്പയാക്കിയിട്ട് വരാൻ നിന്റെ അടുത്തേക്ക് തരണം എന്ന് പറഞ്ഞു, കുറച്ച് ദൂരത്ത്. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചു ഞാൻ തരില്ല എന്നുള്ള രീതിയിൽ അവൻ പിടിക്കായിരുന്നു. പക്ഷെ മോൻ എന്താ ചെയ്താ അറിയാം സാറേ, അവന് അത്ര ദൂരത്ത് നിന്ന് അടുത്ത് വരുമ്പോ ഇവൻ വേഗം അതിന്റെ തൊലി പൊളിക്കുന്നുണ്ട്. തൊലി പൊളിച്ചിട്ട് ഈ പഴം നേരെ പുറകിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അമ്പ അടുത്തെത്തുമ്പോൾ പറഞ്ഞു അമ്പക്കീന്റെ തോല്. അമ്പ മീൻസ് പശു. അപ്പൊ നമ്മളെല്ലാരും ഞെട്ടി സാർ എവിടെയുള്ള. കാരണം ആ കുട്ടീന്റെ അതേപോലെ സാറ് ഞാനത് ഉദാഹരിച്ച് പറയുന്നത് ഈ കുട്ടികളെ ഞാൻ എഴുതിക്കാൻ ശ്രദ്ധിച്ചു. അപ്പൊ നമ്മളെ കാറ് കുറച്ച് മാസം മുന്നേ എൻ്റെ ആങ്ങളയുടെ മരുമകൻ ഓടിക്കുകയാണ്. അപ്പൊ അവരെ ഫാമിലി ഉണ്ട്, അവരെ മോളെല്ലാം ചെറിയ 3 വയസ്സായ കുട്ടി. അപ്പം അവനിങ്ങനെ ഒറ്റക്കൈയിൽ ഓടിച്ചിട്ടാകുമ്പോ ഗട്ടറിൽ ഇങ്ങനെ ആകുമ്പോ എന്നെ മമ്മീന്നാ കുട്ടി വിളിക്കുക. മമ്മി കണ്ടില്ലേ കാറ് അച്ഛൻ ഗട്ടറിലിട്ടത്? ഓ അതെയാ, നമ്മൾ വണ്ടി ഇങ്ങനെ ഇടാറുണ്ട് ചിലപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു ഓഹോ അങ്ങനെ ഒറ്റക്കൈയിൽ ഓടിക്കാറുണ്ട് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഒറ്റക്കൈയിൽ ഓടിക്കാറുണ്ട്, എന്നാ പോലീസിനെ വിളിക്കണല്ലോ, അച്ഛനോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ആ കുട്ടി പറയാ സാറേ മമ്മി അത് ഒറ്റക്കൈയിൽ ഓടിക്കുന്ന അച്ഛന് മൂക്ക് ചൊറിയുമ്പോ ഒരു കൈ ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴാണെന്ന്. അപ്പൊ സാറ് പറഞ്ഞ പോലെ ഈ കുട്ടികളുണ്ടല്ലോ സാറേ, ഇങ്ങനെയുള്ള കാര്യത്തിൽ എന്നെ ഇങ്ങനെ അത്ഭുതപ്പെടുത്താറുണ്ട്, പെട്ടെന്ന് എങ്ങനെ ഇവർക്ക് ഇങ്ങനെ വിഷയം വരുന്നുള്ള രീതിയിൽ. അപ്പൊ സാറിന്റെ ക്ലാസ് എപ്പോഴും നല്ല എന്താ പറയേണ്ടത്, ഇത് ഞാൻ കേട്ടോളാം, പിന്നെ ശ്രദ്ധിച്ചോളാം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ശുദ്ധോധന സാറ് എന്തെങ്കിലുമൊക്കെ തമാശകളൊക്കെ കൂടി നമുക്ക്
തുടങ്ങിയാലോ? തമാശ തമാശയല്ല സാർ ഇത്. ഈ ഞാനൊക്കെ വളരെ ഉൾനാട്ടിലെ വലിയ ഗ്രാമത്തിലൊക്കെ ജീവിച്ചു വന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ പേരക്കുട്ടികൾ ഇവിടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അത് ഡിസ്റ്റർബൻസ് ആയിട്ട് കരുതരുതേ, കാരണം ഇവിടെ വേറൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അവർ ഈ നാട്ടിൻപുറത്തു നിന്നൊക്കെ വന്നത് കാരണം ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത് അഭിനയിക്കുമെങ്കിലും അതൊരു വലിയ പരിധിവരെ എനിക്ക് തീരെ ഉണ്ടായിരുന്നില്ല. കാരണം ഈ പ്രത്യേകിച്ചും ഈ സിസ്റ്റേഴ്സ് ആയിരുന്നു എൻ്റെ കൂട്ടുകാരികളായിട്ടൊക്കെ ഉണ്ടായിരുന്നതും ഒക്കെ. അപ്പോൾ കുറേ ഈ കോളേജിൽ പോകുമ്പോഴൊക്കെ ചേച്ചിമാരുടെയൊക്കെ കൂട്ടുകാരികളും ഒക്കെ കൂട്ടുകാരികളായിട്ട് എനിക്ക് ഉണ്ടായിരുന്നപ്പോഴും ഒക്കെ വലിയ ആത്മവിശ്വാസക്കുറവ് എന്ന് പറഞ്ഞാൽ, ഈ ആത്മവിശ്വാസക്കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനൊക്കെ മിടുക്കനാണെങ്കിലും ഈ സ്റ്റേജിൽ കയറാനോ ആരോടെങ്കിലും വർത്തമാനം പറയാനോ ഒക്കെയുള്ള ആത്മധൈര്യങ്ങളുടെ ഒക്കെ കുറവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയും പ്രാസംഗികനും നാട്ടിലെ പ്രമാണി അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കുട്ടികൾക്ക് ആർക്കും അതൊന്നും അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടാതെ പ്രത്യേകം അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. പിള്ളേരും ഒക്കെ അമ്മയുടെ ഈ കോഴിക്കുഞ്ഞും അമ്മ കോഴിയും കൂടെ കഴിയുന്ന പോലെ 8 മക്കളൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ അച്ഛൻ ഭയങ്കര നാട് കീഴടക്കുന്ന രീതിയിലൊക്കെ ഇങ്ങനെ നാടടക്കി ഭരിച്ചും സ്കൂൾ അടക്കി ഭരിച്ചും ഒക്കെ ഇങ്ങനെ പോകുമ്പോഴൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ശരിക്കും പ്രൊഫഷണൽ കോളേജിലൊക്കെ എത്തിയതിന് ശേഷമാണ് നമുക്ക് ഈ ആത്മധൈര്യവും വിശ്വാസവും ഒക്കെ വരുന്നതും ഒക്കെ. പക്ഷെ അതിൽ ഒരുപാട് എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആത്മവിശ്വാസം നമുക്കൊരു പൊട്ടധൈര്യം പോലൊക്കെ ഇങ്ങനെ വന്നാൽ പോരാ. അത് ഗ്രാജുവലായിട്ട് നമുക്ക് സാധു വരണ്ടാൽ എന്നൊക്കെ പറയില്ലേ സാർ? സാധു വരണ്ടാൽ എന്ന് പറഞ്ഞ് പാലക്കാട്ടൊരു പറച്ചിലുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ സാധുവായിരിക്കുന്ന ആൾ ചില അത്ഭുത കൃത്യങ്ങളൊക്കെ ചെയ്തു കളയും. അപ്പോൾ പലപ്പോഴും ഞാൻ ഈ സാധു വരണ്ടാൽ എന്ന് പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങോട്ട് പെരുമാറുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ബോധ്യമാവും. ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓയിസ്ക ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. അപ്പോൾ എനിക്ക് മുന്നേ ഉള്ളവരെല്ലാം IAS കാരായിരുന്നു. കെ ജയകുമാർ IAS, ഉഷ ടൈറ്റസ് IAS, KV മോഹൻകുമാർ IAS, L രാധാകൃഷ്ണൻ IAS. എനിക്ക് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ആൾ അലിയസ്കർ വാഷ IAS ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഗിഫ്റ്റ് പോലെ എന്നെ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആക്കിയിരുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ് പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ബിഹേവ് ചെയ്യുന്നവരൊക്കെ IFSകാരും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുമായിട്ടൊക്കെ പെരുമാറേണ്ടി വരും. അവിടെയൊക്കെ ഈ ആത്മവിശ്വാസത്തിൻ്റെ കുറവ് എന്നെ ഒരുപാട് തയ്യാറെടുക്കാൻ പ്രേരിപ്പിക്കുമായിരുന്നു. നമ്മളൊരു വാക്ക് പറയുമ്പോഴും നമ്മുടെ റെസ്പോൺസും ഒക്കെ വളരെ പ്രിപ്പയർഡായിട്ടും ഒക്കെ പോകുന്ന സമയത്ത് അത് ഈ അൺപ്രിപ്പയർഡായിട്ട് വരുന്ന ഈ IASകാരെക്കാളും ഒക്കെ നമുക്ക് പെർഫോം ചെയ്യാനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഒന്ന്, അത് ഈ ഉള്ളിലേക്ക് സാറ് നേരത്തെ പറഞ്ഞ പോലെ ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞതുപോലെ ഈ ഉള്ളിലെ ഒരുക്കമില്ലേ, ഉള്ളിലെ ഒരുക്കങ്ങളൊക്കെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ചെറിയൊരു കാര്യത്തിനാണെങ്കിൽ പോലും നമ്മൾ ഈ മനസ്സിനെ ഒരുക്കി തയ്യാറായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു പൊട്ടധൈര്യമൊക്കെ വരും സാർ. അതിപ്പോൾ ഈ പ്രായമൊക്കെ കഴിഞ്ഞ് റിട്ടയർമെൻറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അത് കൂടി വന്നതൊക്കെ. ഇത്രയൊക്കെ ഉള്ളായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നതും ഒക്കെ ഇപ്പോഴാണ്. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ക്ലാസ്സുകൾ ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നതും ഒക്കെ നമ്മുടെ ഈ ഉള്ളിലേക്ക് ഉള്ള ആ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക. പിന്നെ ഈ മെഡിറ്റേഷൻ്റെ ഭാഗമായിട്ട് സാറ് പറഞ്ഞു തരുന്ന കാര്യങ്ങളില്ലേ, നമ്മൾ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ നിർബന്ധമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യണം. ഈ ആത്മവിശ്വാസവും മെഡിറ്റേഷനുമായിട്ട് വലിയ ബന്ധമുണ്ട്. കാരണം നമ്മൾ ഈ നിശബ്ദ ഒരു 15-20 മിനിറ്റ് നേരെ ഉള്ളിലേക്കൊക്കെ നോക്കി വരുമ്പോൾ വലിയൊരു വിശ്രാന്തി നമുക്ക് കിട്ടും. പക്ഷെ തിരക്ക് പിടിച്ചങ്ങ് ഓടിക്കൊണ്ട് വരുന്ന അത് ആത്മവിശ്വാസവും ഇല്ല, ചെയ്യുന്നതിൽ പെർഫെക്ഷനും വരില്ല. അതാണ് ഞാൻ ഈ ക്ലാസ്സിൽ നിന്ന് ഗെയിൻ ചെയ്യുന്നത്. വെർബലായിട്ട് സാറ് പറഞ്ഞ കാര്യങ്ങളല്ല ഞാൻ അത് ഇതിൽ സൈമൾട്ടേനിയസ്ലി ഐ ആം ലുക്കിംഗ് ഇൻ ടു മൈ ഹാർട്ട് ആൻഡ് മൈ മൈൻഡ്. എന്തായിരുന്നു ഞാൻ അത് ഈ സാറ് പറഞ്ഞ പ്രവാഹം പോലെ സാർ ഇങ്ങനെ പറഞ്ഞ് പോവെങ്കിലും ഈ സൈമൾട്ടേനിയസ്ലി ഞാൻ ഉള്ളിൽ വേറൊരു ലോകത്ത് ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് അതിങ്ങനെ മനസ്സിലാക്കി. പിന്നെ മെഡിറ്റേഷനിൽ എത്തുമ്പോഴത്തേക്ക് സംഭവിക്കുക അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് പൂ വിരിയുന്നത് പോലെ നമ്മുടെ ഉള്ളിലേക്ക് അതിങ്ങനെ പ്രവഹിക്കുന്ന പോലെയാണ്. അതൊരു വലിയ ഈ സാറിൻ്റെ ഇത് ഒരു വെൽ ടൈലേഡ് സെഷൻ ആയിട്ടാണ് ഞാനെപ്പോഴും അത് എടുക്കുന്നത്. കാരണം അത് ഇങ്ങനെ കൃത്യമായിട്ട് പാരലായിട്ട് ഐ ആം മേക്കിംഗ് അനദർ നറേഷൻ ഇൻ മൈ മൈൻഡ്.
അത് കഴിഞ്ഞതിന് ശേഷമുള്ള മെഡിറ്റേഷൻ ഇന്ന് ഭയങ്കര ഒരു അതിഗംഭീരമായൊരു മെഡിറ്റേഷൻ സെഷനുമായിരുന്നു ഇന്ന്. അപ്പോൾ എൻ്റെ പേരക്കുട്ടികൾ രണ്ടുപേരും ഇവിടെ അപ്പൂപ്പനെ കിട്ടാതെ ഞാൻ ഈ റൂമിലേക്ക് മാറിയിരുന്നത് കേൾക്കുമ്പോഴത്തേക്കും അവർക്ക് വെപ്രാളാണ്. അവർ എൻ്റെ മടിയിലും കുന്തക്കം മറിയാൻ എന്ന് പറയില്ലേ, അങ്ങനെ വേണ്ടി കൊതിച്ച്. കാരണം അവരുടെ ടൈം എന്ന് പറഞ്ഞാൽ 8:30 ആയിക്കഴിഞ്ഞാൽ ഈ സ്ലീപ്പ് ടൈമിലേക്ക് പോക്കോളും അവർ. അപ്പോൾ അതിന് മുന്നേ പരമാവധി ശ്രമിക്കാനുണ്ട്. എന്തായാലും എനിക്ക് ഇറ്റ് ഈസ് എ വെരി വെരി യുണീക്ക് എക്സ്പീരിയൻസ്. താങ്ക് യു സർ. താങ്ക് യു സാർ. സാറ് എന്താ ഇന്റർനാഷണൽ അതിന്റെ ഓർഗനൈസേഷന്റെ പേരെന്താ പറഞ്ഞേ? ഓയിസ്ക ഓർഗനൈസേഷൻ ഫോർ ഇൻഡസ്ട്രിയൽ സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ അഡ്വാൻസ്മെന്റ്. ശരി. അത് ജപ്പാൻ ബേസ്ഡ്, ടോക്കിയോ ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ്. ഇതാണ് ഈ ആഫ്റ്റർ അറ്റോമിക് ഈ എക്സ്പ്ലോഷൻസ് ജപ്പാൻ്റെ ഈ എൻവയോൺമെൻറ്റും അവിടുത്തെ ഇക്കോളജിയും ഒക്കെ റെസ്റ്റോർ ചെയ്ത ഓർഗനൈസേഷനാണ്. അപ്പോൾ അത് ജപ്പാനിലെ ഒരു കൾച്ചറും ഒക്കെയാണ് ഞങ്ങളുടെ. അതിൽ പെട്ടെന്ന് ഒരാളിന് മെമ്പർ ആവാൻ പറ്റില്ല. ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളവർ മാത്രമാണ് അതിൽ മെമ്പേഴ്സായിട്ട് വരുന്നതും അതിൻ്റെ ഒഫീഷ്യലായിട്ട് വരുന്നതും ഒക്കെ ആയിട്ടുള്ളൂ. അതും ആത്മവിശ്വാസമായിട്ട് വലിയ ബന്ധമുണ്ട് സർ. ഈ ജാപ്പനീസ് സ്റ്റൈൽ ഓഫ് ലിവിങ്ങും തിങ്കിങ്ങും ഡൂയിങ് അവർ ഡ്യൂട്ടീസും ഒക്കെ ഈ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ഈ ജപ്പാൻകാർ തല ഉയർത്തിക്കൊണ്ട് ഈ ലോകം മുഴുവൻ രാഷ്ട്രീയത്തിലും മറ്റേതിലും ഒക്കെ ആയിട്ട് അഭിരമിച്ച് കടന്ന് ഈ കോലാഹലങ്ങൾ ഉണ്ടാക്കുമ്പോഴും ജപ്പാനിൽ നിന്ന് ഇങ്ങനെ കോലാഹലങ്ങൾ വരാത്തതിൻ്റെ കാരണം അവരുടെ ആത്മവിശ്വാസമാണ്. ഒരു വളരെ പ്രായമുള്ള ആളും ചെറിയ കുട്ടിയും ഒക്കെ വളരെ വളരെ ആത്മവിശ്വാസം ഉള്ളവരായിട്ട് വളരുകയും ജീവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലില്ലാത്തതിൽ വലിയ സങ്കടമുണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞു പോയി സാർ, സോറി. Okay, thank you. Thank you very much. Okay. എട്ടര കഴിഞ്ഞു അല്ലേ? സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ? യെസ് പ്ലീസ്. താങ്ക് യു സാർ. സാർ നമ്മുടെ ഈ ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുമല്ലോ നമ്മൾ, അതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ്സ് ഒന്ന് പറയാവോ? നമ്മൾ പലപ്പോഴും മൈൻഡ്ഫുൾനെസ്സിനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ സാധാരണഗതിയിൽ മനുഷ്യര് അവരുടെ മാനസികമായിട്ടുള്ള വ്യാപാരങ്ങൾ അല്ലെങ്കിൽ എന്താണ് മെന്റൽ ഫോർമേഷൻസ് എന്നാണ് സാധാരണ ഇതിനെക്കുറിച്ച് പറയുന്നത്. സെന്നിലും അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ്സിലും പറയുന്നത്. അല്ലെങ്കിൽ സെൻസേഷൻസ്, നമുക്ക് മലയാളത്തിൽ മാനസിക സംവേദനങ്ങൾ എന്ന് പറയാം. ഇതിനെ നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതും നമ്മളോട് പറഞ്ഞിട്ടുള്ളതും ഇതൊന്നും അംഗീകരിക്കരുത് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഭയം വരുന്നു, അതിനെ ഭയപ്പെടരുതെന്നുള്ള ആ രീതിയിലായിരിക്കും. അല്ലെങ്കിൽ എല്ലാ വികാരങ്ങളെയും നമ്മൾ നിഷേധിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെ ഒന്നുകിൽ നമ്മൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതും നമ്മളോട് പറഞ്ഞിട്ടുള്ളതും നമ്മുടെ സംസ്കാരത്തിലും നമ്മളുടെ മതത്തിലും എല്ലാം നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിഷേധിക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ അംഗീകരിക്കരുത്, അത് ചീത്തയാണ്, അല്ലെങ്കിൽ പറയും അത് പൈശാചികമാണ്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളായിരിക്കും ഉപയോഗിക്കുന്നത്. നിശ്ചിതമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. അങ്ങനെയല്ല വാസ്തവത്തിൽ. അത് നമുക്കത് ഉണ്ട് എന്ന് നമ്മളിൽ മനസ്സിൽ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാകുകയല്ല ചെയ്യുന്നത്. നമ്മളൊരു കുത്തൊഴുക്കിൽ പെട്ടുപോകുന്ന ഒരു കരിയില പോലെ നമ്മൾ അതിനെ അങ്ങോട്ട് ആ കൂട്ടത്തിൽ പോകുക എന്നുള്ളതല്ല. നമ്മൾ അറിയുന്നു, അംഗീകരിക്കുന്നു, എനിക്കിത് ഇങ്ങനെ ഉണ്ട്, എനിക്ക് ഭയമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മറ്റതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വികാരങ്ങൾ എനിക്കുണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്നതാണ്. അത് ഒരു സെൽഫ് റെക്കഗ്നീഷന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മളുടെ മാനസികം അല്ലെങ്കിൽ വൈകാരികമായ വികസനത്തിന്റെ ഗ്രോത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ എന്തുണ്ടോ നമ്മൾ അതിനെ അംഗീകരിക്കുക. എല്ലാ കാര്യങ്ങളും ഇപ്പം നമുക്ക് എങ്ങനെയാണ് എനിക്ക് തലവേദനയുണ്ട്, അപ്പൊ എന്താണ് നമുക്ക് എടുക്കുന്നത്? നമ്മൾ തലവേദന നമ്മൾ അംഗീകരിക്കുന്നതുകൊണ്ടാണ് ഒരു പക്ഷേ അത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ കാണുമെന്ന് പറയുന്നത്, അല്ലേ? എനിക്ക് രോഗമുണ്ട് അല്ലെങ്കിൽ വയറ്റുവേദനയുണ്ട്, എന്തെങ്കിലും ഉണ്ടത്. ഇതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഉണ്ട് എന്നുള്ളതിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ വാസ്തവത്തിൽ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു കാര്യത്തെയും നമ്മൾ അംഗീകരിക്കുന്നു അപ്പോൾ അത് ശാന്തമാകും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നമുക്കൊരു കയ്യിലൊരു വേദന, ഇങ്ങനെ ഒരു ചൊറിച്ചിൽ പോലെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ വേദന ഉണ്ടാകുന്നു, നമ്മൾ ആ പെയിനിനെ അത്
അംഗീകരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പയ്യെ സാവധാനം അത് അലിവേറ്റ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? നമ്മൾ അതിനെക്കുറിച്ച് അപ്പൊ നമ്മൾ ചിലപ്പോൾ ആളുകൾ പറയുന്നത് ആ പെയിനിനെ നമ്മൾ എന്താണ് ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ്. അല്ലല്ല, നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ മാനസികമായ വികാസത്തിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇന്റഗ്രിറ്റിയുടെ ഒരു ഭാഗമാണ് നമ്മൾ ഒരു കാര്യത്തെ നമ്മളിൽ ഓരോരുത്തരിലും ഉള്ളത്. അത് നമ്മളുടെ റെസീലിയൻസിന്റെയും കൂടി ഒരു ഭാഗമാണ്. റെസീലിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ റെസീലിയൻസ് എന്ന് പറഞ്ഞാൽ അറിയാമെന്ന് ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ ഞാൻ അതുകൂടി പറയാം ഇത് കഴിയിട്ട് ചോദിക്കുകയാണെങ്കിൽ. ഇപ്പം ആ റെസീലിയൻസ് എന്നുള്ള ശരിക്കുള്ള വാക്കിന്റെ അർത്ഥം അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ്. കാരണം എനിക്കിതുണ്ട്, എനിക്കിങ്ങനെ വിഷമമുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിരാശപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എനിക്ക് ഡിപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് മുൻകോപിയാണ്. ഓക്കെ, നമ്മളത് അംഗീകരിക്കുന്നു. എന്താണ് അതിനെ അംഗീകരിക്കാതിരിക്കുന്നതിന്റെ അർത്ഥമില്ല. അങ്ങനെ അല്ല എന്ന് അഭിനയിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് ഇത്രയും മതി, കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. സാറിന് അത് ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നന്നായിട്ട് മനസ്സിലായി സാർ. പിന്നെ മൈൻഡ്ഫുൾനെസ് ബ്രേക്സ് സെൽഫ് ഡൗട്ട് എന്ന് സാറ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു. അത് എനിക്ക് ഒരുപാട് വാല്യുബിൾ ആയി. താങ്ക് യു സാർ. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞോ? ഓക്കെ, അപ്പം താങ്ക് യു സാർ. ആന്റണി സാർ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓണം, ഹാപ്പി ഓണം. ദെൻ ഇനി നമുക്ക് ഒക്ടോബറിൽ കാണാം. ഓക്കെ, Same to you, sir. Thank you. Good ഓക്കെ night. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്, ബൈ. സാബു സാർ, താങ്ക് യു സർ. ഇന്നെന്താ നമ്മുടെ വനിതകളൊക്കെ ബ്ലൂവിലാണ് വന്നിരിക്കുന്നത്? എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ എന്തോ? രമാവതി മാം ഡീപ് ബ്ലൂ, പിന്നെ ഷീല മാം ഒരു ബ്യൂട്ടിഫുൾ ബ്ലൂ, ഹാപ്പി ബ്ലൂ, അതേപോലെ അമർജ്യോതി മാം, ദേ ആർ ഓൾ ഇൻ ബ്ലൂസ്. കാര്യങ്ങളാ ശ്രദ്ധിക്കുന്നത്. യെസ്, ഐ ആം ക്യൂരിയസ്. ബ്ലൂ അല്ലേ സാറേ? അതെ, സാറും സാറേ ആന്റണി ഞാനും ബ്ലൂ അല്ലേ? സാർ ബ്ലൂ ആണ്, അതുകൊണ്ടാ. അത് വെള്ളയായിട്ടാണ് കാണുന്നത്. സാറ് അത്രയും മൈൻഡ്ഫുൾ ആണെന്നുള്ള ഒരു തെളിവ്, അത്രയും കീൻ ഒബ്സർവേഷൻ ആണ്. അതെ, സാറിന്റെ കമന്റ്സും അങ്ങനെയുള്ളതായിരിക്കുമല്ലോ എപ്പോഴും. താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ see you and good night. Bye. Okay, bye. Good night. Good night, you all. ഹാപ്പി ഓണം.